ഇന്ന് രാത്രി ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. പ്രത്യേക മുഴുമഹത്വം ദൈവത്തിന് ഇന്ന് രാത്രി കരയറ്റുന്നു. അല്പമായ പ്രയാസങ്ങൾ തൊണ്ടയ്ക്കുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസങ്ങൾ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ മൈക്ക് യൂസ് ചെയ്ത മൈക്കിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആയി. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചുമ വിട്ടുമാറാതെയുണ്ട്. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. സ്തോത്രം. എന്നാൽ കർത്താവ് ബലത്തോടെ നിർത്തിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ ഞാനല്ല, എന്നിലൂടെ അധ്വാനിക്കുന്നു, എന്നോട് സംസാരിക്കുന്ന ദൈവകൃപയാകിയാൽ, പരിശുദ്ധാത്മാവാകിയാൽ നന്ദി പറയും. ദൈവത്തിന് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ നമ്മൾ വേഗത്തിൽ ഒരു വാക്യം വായിച്ച് അതിൽ നിന്ന് ദൈവാത്മാവ് തന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 26, 27 വാക്യങ്ങൾ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 26, 27 വാക്യങ്ങൾ എടുത്തെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എടുത്തോ. വായിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് വായിക്കുന്നതിന് 1 മിനിറ്റ്. എല്ലാവരും എടുത്തോ, ആ വാക്യം എടുത്തോ. സ്തോത്രം. വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നത് എനിക്കറിയാൻ, ജോലി ചെയ്യുന്നവരുണ്ട്, നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്. പക്ഷെ അല്ലാതെ വീട്ടിലിരിക്കുന്നവരുണ്ട്. അന്നേരം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ അടുക്കൽ വചനം ഉണ്ടാകണം. വചനം അടുത്ത് വെച്ചിരിക്കണം. സ്തോത്രം. നമ്മൾ ഈ ചന്തയ്ക്ക് പോകുന്നവരെ പോലെ എന്ത് ചെയ്യരുത്, മീറ്റിങ്ങിന് ഇരിക്കരുത്. സ്തോത്രം. അന്നേരം അറ്റ്ലീസ്റ്റ് ചന്തയിൽ പോകുമ്പോൾ നമ്മൾ കവറെങ്കിലും സഞ്ചിയെങ്കിലും എടുക്കും. അന്നേരം നമ്മൾ നിശ്ചയമായിട്ടും സ്തോത്രം ദൈവാരാധനയ്ക്ക് ഇരിക്കുമ്പോൾ, ദൈവവചനത്തിനായിട്ടിരിക്കുമ്പോൾ വചനം നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. നമ്മുടെ അടുത്ത് തന്നെ ദൈവത്തിന്റെ വചനം ഉണ്ടാകണം. നിശ്ചയമായിട്ടും നിങ്ങൾ വചനം എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ വായിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനം 1:26, 27 വായിച്ചാട്ടെ. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. മതി. നമ്മുടെ കണ്ണുകൾ ദിവസത്തെ അടച്ചാട്ടെ. ഒരു നിമിഷം എല്ലാവരും അധരങ്ങൾ തുറന്ന്, ആ നാവുകളൊക്കെ തുറന്നിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ആ നാവുകൾ തുറന്ന്, അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിൽ അല്പ മിനിറ്റുകൾ അധരങ്ങൾ തുറന്ന്, അധരാജകൽ കമന ഘടകസ്മനാഥന വൈഡ പ്രഭാതനാഥൻ, നമ്മളെ ചമച്ചവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കണം. ഇന്ന് രാത്രി ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകുമ്പോൾ സത്യത്തിന്റെ തൂണായ സത്യത്തിന്റെ കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ചലിക്കുന്നു. സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെല്ലാ തരങ്ങൾ തുറന്ന് പറ, കാര്യസ്ഥൻ ഞങ്ങളുടെ നടുവിലുണ്ട്. കാര്യസ്ഥൻ എന്റെ ഹൃദയത്തിനകത്തുണ്ട്. കാര്യസ്ഥൻ എന്റെ അകത്തുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ തുറന്ന് പ്രാർത്ഥിക്ക്. അധരാജകൽ കനാദിയ, എന്നെ സകലവും നിയന്ത്രിക്കുന്ന, എന്റെ ശിരസ് മുതൽ പാദം വരെ നിയന്ത്രിക്കാൻ കഴിയുന്ന, എന്റെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന, എന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന വലിയൊരു പവർ ദൈവശക്തി എന്റെ അകത്ത് ചലിക്കുന്നു. ഇന്ന് രാത്രി വിശ്വാസത്തെ തുറന്ന് അടകരകധുനി മനകരകഥന വൈഡപ്രഭാതല ഘടകസിയാതന. ഒരാൾ പറഞ്ഞ വാക്കുകൊണ്ട് ഞാൻ ഇല്ലാതാകത്തില്ല, ഒരാൾ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഞാൻ ഇല്ലാതാകത്തില്ല. ഇന്ന് രാത്രി എൻ്റെ അകത്തൊരു കാര്യസ്ഥനുണ്ട്. കാര്യങ്ങളെ ക്രമീകരിക്കുന്ന, കാര്യങ്ങളെ ഹല്ലേലൂയ എനിക്ക് വേണ്ടി അനുകൂലമാക്കാൻ കഴിയുന്ന, എന്നെ നടത്തുന്ന, എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന, എന്നെ വിളിച്ച, എന്നെ വേർതിരിച്ച, എന്നിലൂടെ സംസാരിക്കുന്ന ഒരു കാര്യസ്ഥൻ എൻ്റെ അകത്തുണ്ട്. ഇന്ന് രാത്രി വിശ്വാസമുള്ളവർ അധരങ്ങൾ തുറന്ന് അധരാജകൽ കനാദിയാല ഗച്ഛസി. നമ്മളൊരു പ്രകടനത്തിനോ 4 പേര് കാണാനോ അല്ല ഇന്ന് രാത്രി ഇതിനകത്ത് കയറിയത്. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്ന 4 പേര് അറിയണം എന്നുള്ളതല്ല ഇന്ന് രാത്രി. സ്തോത്രം. ഹല്ലേലൂയ. ബീനാലിക്ക് എന്ത് തോന്നും എന്നുള്ളത് കൊണ്ടല്ല ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കാൻ വന്നത് ജീവനുള്ള ദൈവത്തെയാണ്. റിമനഘടകസിയാപന. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. ദൈവത്തിന്റെ വചനം ദൈവമാണ്. ത്രികൽക്കമനഘടക. ഇന്ന് രാത്രി ദൈവമാകുന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഹൃദയങ്ങൾ തുറന്ന് ഇന്ന് രാത്രി നമ്മൾ എന്ത് നാവ് കൊണ്ട് വചനത്തിലൂടെ സംസാരിക്കുന്നു അത് നമ്മൾ പ്രഖ്യാപിക്കാൻ പോവാ. ഡിക്ലെയർ ചെയ്ത് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് രാത്രി ചില സൗഖ്യങ്ങൾ നടക്കും. ഇന്ന് രാത്രി ചില വിടുതലുകൾ നടക്കും. അധനഘടക സിയാതന. നമുക്ക് വിശ്വസിച്ചേ നാഴത്തിൽ വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി എന്താണോ ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാൻ കേൾക്കാൻ പോകുന്നത്, ഇന്ന് രാത്രി എന്റെ മേൽ വിടുതലായി മാറാൻ പോകുകയാണ്. എന്റെ കെട്ടുകളെ അഴിക്കാൻ പോകുകയാണ്. അധുരാജകൽ സമനഘടക ജാലവർദ്ധന പ്രഭാതിയ. ഈ അന്തരീക്ഷത്തിന്റെ തലങ്ങളെ ഞങ്ങൾ ശുദ്ധീകരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ദേഹം, ഞങ്ങളുടെ ദേഹി, ഞങ്ങളുടെ ആത്മാവിനെ സ്ത്രീക്കരങ്ങളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കാൽവരെ രക്തത്താൽ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ജനം ഇരിക്കുന്ന ഓരോ റൂമുകൾ അവർ
ആയിരിക്കുന്നിടങ്ങളിൽ യേശപ്പൻ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അവരെ ശുദ്ധീകരിച്ചാട്ടെ, ദൈവകൃപയെ മറച്ചാട്ടെ, ആത്മാവിന്റെ ബന്ധത്തിനകത്ത് നിൽപ്പാൻ സഹായിക്കണം കർത്താവ്. ബന്ധം മുറിഞ്ഞു പോകാതെ ആത്മാവിനുമായിട്ടുള്ള ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ സാന്നിധ്യം കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളെ മറച്ചാട്ടെ, മഹത്വം മുഴുവൻ അങ്ങെടുത്താട്ടെ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേ ആമേ ആമേ. സന്തോഷമുള്ള കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നാം വായിച്ചത് യാക്കോബിന്റെ ലേഖനം. സ്തോത്രം. അല്പം ലാഗാണെങ്കിലും സ്തോത്രം, തൊണ്ടയ്ക്ക് അല്പം പ്രയാസം ഉണ്ടാണ്ട് അധിക സൗണ്ട് എടുക്കാത്തത് ശ്രദ്ധിച്ചാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-27 ഞാൻ വായിച്ചത്. ഞാൻ ഒരിക്കൽ കൂടെ അത് വായിക്കുന്നു. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്നു നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം അത്രേ. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിലെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഭക്തി എന്നാണ്. ഭക്തി. സ്തോത്രം. ഇന്ന് രാത്രി ഭക്തി. ഞാനിത് ഹെഡിങ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ദൈവാത്മാവ് എങ്ങനെ നിയന്ത്രിക്കുന്നു അതുപോലെ ഈ മെസ്സേജ് പോകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് രാത്രി സ്തോത്രം, ഞാൻ പ്രിപ്പയർ ചെയ്തതിനേക്കാൾ അപ്പുറത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കറിയാം ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ 6ാമത്തെ രാത്രിയാണ്, 12ാമത്തെ സെക്ഷൻ. ഇന്ന് രാത്രി എനിക്കറിയാം നിങ്ങൾ വയറ് നിറയെ ദൈവത്തിന്റെ വചനം, ഹൃദയം നിറയെ ദൈവത്തിന്റെ വചനമൊക്കെ കേട്ട് സ്തോത്രം ബലപ്പെട്ടിരിക്കുകയാണ് ഈ 6ാമത്തെ ദിവസവും. പ്രൈസലോ. ഇന്ന് രാത്രിയിൽ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളെ തൊടേണ്ടിയത്. ഇന്ന് രാത്രി വളരെ ഒരുക്കത്തോടു കൂടി ഇരുന്നാട്ടെ. സ്തോത്രം. ഒന്ന് സ്തോത്രം, യാക്കോബ് പറയുന്നു പ്രൈസലോ, ഭക്തി എന്നതിന് യാക്കോബ് കൊടുക്കുന്ന പദം ഒരുവന്റെ നാവിനെ കടിഞ്ഞാണിടാതെ സ്തോത്രം താൻ ഭക്തൻ എന്നൊരുവൻ നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ്. സ്തോത്രം. നിങ്ങൾ ആ പദമൊക്കെ വളരെ ശ്രദ്ധയോടെ വേണം ഹാൻഡിൽ ചെയ്യാൻ. ഒരു നിസ്സാര വാക്കല്ല ഞാൻ ഈ പറയുന്നത്, ഒരു നിസ്സാര വാക്കല്ല. എന്തോ പ്രസംഗിച്ചു പോകാൻ വന്ന ഒരാളല്ല ഞാൻ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്ത് പ്രസംഗിക്കുന്നോ അത് ഹൃദയത്തിനകത്ത് പതിയണം. സ്തോത്രം. ഇന്ന് രാത്രി ആരൊക്കെ നിങ്ങളുടെ തലയിൽ കൈവച്ചാലും ആരൊക്കെ ദൂത് പറഞ്ഞാലും ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നിങ്ങളെ കെട്ടഴിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നിങ്ങളുടെ വിടുതൽ കൈമാറാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ വചനത്തിനകത്താണ് നിങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിനകത്താണ് നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയുമെന്ന് എഴുതിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ സ്തോത്രം ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നിങ്ങൾ വിടുതൽ തരാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ സ്തോത്രം ദൈവം എന്നെ ഉപയോഗിക്കുമായിരിക്കും, പക്ഷെ എന്റെ കഴിവല്ല. ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം, ദൈവം ഞങ്ങളെ ഉപയോഗിക്കും, പക്ഷെ ഒരിക്കലും നമ്മുടെ കഴിവല്ല. ദൈവത്തിന്റെ വചനമാണ്, പരിശുദ്ധാത്മാവാണ് ഇന്ന് രാത്രി സകലവും നിയന്ത്രിക്കുന്നത്. ഇന്ന് രാത്രി മുഴുവൻ മഹത്വം പരിശുദ്ധാത്മാവിന്, ദൈവത്തിന് ഇന്ന് രാത്രി സമർപ്പിക്കുക. നോക്കിയേ, ശ്രദ്ധിച്ചേ, നമ്മളൊരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നമ്മൾ മഹത്വം എടുക്കാൻ പാടില്ല. ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നമുക്ക് കിട്ടിയ ഒരു 10 രൂപയ്ക്ക് പോലും 1 രൂപയ്ക്ക് പോലും നമ്മൾ മഹത്വം നമ്മൾ എടുക്കാൻ പാടില്ല. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ലൈഫിനകത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ അധ്വാനിച്ചു, ഞാൻ നേടി. സ്തോത്രം. പ്രൈസ്. ഇന്ന് രാത്രി ഈ വാക്കൊക്കെ നമ്മളൊന്ന് പൊളിച്ചു കളഞ്ഞിട്ട് പറയണം, ദൈവം തന്നു. സ്തോത്രം. ചിലതൊക്കെ നമ്മൾ പൊളിച്ചു കളഞ്ഞിട്ട് ചിലതൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ പോവുക. ഇന്ന് രാത്രി എത്ര ഒരു സന്തോഷമുണ്ട്. ഇന്ന് രാത്രി സ്ഥിരം യൂസ് ചെയ്യുന്ന ചില വാക്കുകളൊക്കെ നമ്മൾ തിരുത്താൻ പോവുകയാണ്. ഇന്ന് രാത്രി സ്തോത്രം നമ്മൾ അധ്വാനിച്ചതല്ല, നമ്മൾ നേടിയതല്ല, ഇന്ന് രാത്രി ദൈവം എല്ലാം തന്നതാകയാൽ സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട് ദൈവം തന്നതാണെന്ന്? ഇന്ന് രാത്രി എത്ര പേര് ഉറപ്പുണ്ട് ദൈവം നടത്തിയതാണെന്ന്? ഇന്ന് രാത്രി ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ, ഭക്തി എന്ന വിഷയത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭക്തി എന്ന വിഷയത്തിനകത്ത് സ്തോത്രമല്ലേ, ഒരു ഭക്തി ഉള്ള ഒരു വ്യക്തിയെ പറയുന്ന പേരാണ് ഭക്തൻ. എന്താണ്? ഭക്തിയുള്ള ഒരു മനുഷ്യനെ പറയുന്ന പേരാണ് ഭക്തൻ. വചനം പറയുന്നു ഭക്തൻ. വചനം വിളിക്കുന്ന പേരാണ് ഭക്തൻ. സ്തോത്രം. എന്നാൽ ഈ കപടഭക്തിയുള്ള മനുഷ്യനെ വിളിക്കുന്ന പേരാണ് കപടഭക്തിക്കാരൻ. എന്താണ്? കപടഭക്തിയുള്ള മനുഷ്യനെ വിളിക്കുന്ന പേര് കപടഭക്തിക്കാരൻ. സ്തോത്രം. അന്നേരം അഭക്തിയുള്ള വ്യക്തിയെ വിളിക്കുന്ന പേരാണ് അഭക്തൻ. എന്താണ്? അഭക്തിയുള്ള വ്യക്തി വിളിക്കുന്ന പേരാണ് അഭക്തൻ. ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്ന പദങ്ങളൊക്കെ ബൈബിളിനകത്തുണ്ട്, ദൈവത്തിന്റെ വചനത്തിനകത്തുണ്ട്. സ്തോത്രം. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനാകാതിരിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. സ്തോത്രം. അന്നേരം അഭക്തി, യൂത ലേഖനം എഴുതി പറഞ്ഞു, അഭക്തി വരാതെ നിങ്ങൾ സൂക്ഷിക്കണം. അഭക്തി. സ്തോത്രം. അഭക്തി നിമിത്തം ഒത്തിരി പേർ തകർന്നു പോയിട്ടുണ്ട്. അവരുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ യൂദയുടെ ലേഖനം വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒത്തിരി പേരുണ്ട്. സ്തോത്രം. കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയ്ക്കകത്ത് വീണുപോയ സ്തോത്രം ഹല്ലേലൂയ പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. ഈ
ഭക്തി, അതുപോലെ കപടഭക്തി, ഇതൊക്കെ ഈ കാലഘട്ടത്തിനകത്ത് പ്രസംഗിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. സ്തോത്രം, പ്രസംഗിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോൾ എല്ലാവരും ഭക്തരല്ല. എല്ലാവരും മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും ഭക്തരല്ല. സ്തോത്രം. എല്ലാവരും, നമ്മൾ കാണുന്ന എല്ലാവരും ഭക്തരല്ല. നമ്മൾ കാണുന്ന എല്ലാവരും ഭക്തരല്ല. നമ്മൾ സംസാരിക്കുന്ന എല്ലാവരും ഭക്തരല്ല. ഇന്ന് രാത്രി വചനം ഭക്തർക്ക് പറഞ്ഞിരിക്കുന്ന ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്, ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. ഇന്ന് രാത്രി അതൊക്കെ നമ്മൾ ചെകഞ്ഞെങ്കിൽ മാത്രമേ ഒരാൾ ഭക്തനാണോ അല്ലയോ എന്ന് തിരിച്ചറിയും. ഇവിടെയാണ് വിവേചന വരത്തിന്റെ, സ്തോത്രം, ഡിസേണിംഗ് സ്പിരിറ്റിന്റെ ആവശ്യകത നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു ഭക്തനെ തിരിച്ചറിയാൻ കഴിയുന്നത് ആത്മാവിലൂടെ മാത്രമാണ്. ആത്മാവിലൂടെ മാത്രമാണ്, പരിശുദ്ധാത്മാവിലൂടെയാണ്. ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിലൂടെയാണ് ഒരു ഭക്തനെ ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നത്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ ഒത്തിരി ഭക്തന്മാരുണ്ട്, അവർ വിധവമാരെ സഹായിക്കുന്ന ഭക്തന്മാരുണ്ട്, അനാഥരെ കാണുന്ന ഭക്തന്മാരുണ്ട്. പക്ഷെ എന്നാൽ ജീവിതത്തിനകത്ത് ഒന്നിൽ അവർ പിഴച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിനകത്ത് കളങ്കം പറ്റിയവരാണ് പലരും. സ്തോത്രം, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ വളരെ ശാന്തമായിട്ടാണ് പറയുന്നത്. ആരും ഉറങ്ങരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം, അതുകൊണ്ട് സ്തോത്രം വളരെ ശാന്തമായിട്ട് പോവാൻ, അതുകൊണ്ട് ദൂതൊന്നും വരുന്നില്ല. സ്തോത്രം, അതുകൊണ്ട് ആരും ഉറങ്ങിപ്പോകരുത്. സ്തോത്രം, വളരെ ശ്രദ്ധയോടിരുന്നെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം, വളരെ നമ്മൾ പറഞ്ഞും കേട്ടും കണ്ടും ഒക്കെ പോയ വിഷയങ്ങളാണ് ഇതൊക്കെ. പാസ്റ്റർ എന്തു ഇതിനകത്ത് പറയാൻ പോകുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് നിങ്ങളോട് ചില സംസാരിക്കാനുണ്ട്, നിശ്ചയമായിട്ടും ഉണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ ഭക്തി എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും മുറുകെ പിടിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഭക്തിയല്ല. അതിന് വചനം പറയുന്ന പേര് കപടഭക്തി എന്നാണ്. എന്താണ്? കപടഭക്തി എന്നാണ്. സ്തോത്രം. പരീശന്മാരെ കുറിച്ച്, സദൂക്യരെ കുറിച്ചും ഒക്കെ യേശുകർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, ഇവർ കപടഭക്തിക്കാരാണ്. സ്തോത്രം. എന്റെ ചോദ്യം ബിനാന്റെ, ഈ കപടഭക്തിക്കാരൻ യേശുകർത്താവ് വിളിക്കുമ്പോഴും അവർ ഈ ന്യായപ്രമാണമൊക്കെ പ്രമാണിക്കുന്നവരല്ലേ? സ്തോത്രം. അവരെ ആലയത്തിനകത്തും പോയി മുടങ്ങാതെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാ. അവർക്ക് സ്തോത്രം ദൈവമായിട്ട് ബന്ധമില്ലെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ ചിലപ്പോൾ കുറ്റക്കാരാവാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവരും കാണുന്നതാണ് അവർ എവിടെ പോകുന്നത്, ആലയത്തിൽ പോകുന്നുണ്ട്, അവർ ന്യായപ്രമാണം പ്രമാണിക്കുന്നുണ്ട്, കൽപ്പനകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ വായിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുവന്റെ ജീവിതത്തിനകത്തെ കപടഭക്തിയെ തിരിച്ചറിയുന്നത് അവൻ വായിക്കുന്ന പ്രമാണത്തെ നോക്കിയല്ല, അവൻ പ്രമാണിക്കുന്ന പ്രമാണത്തെ. ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരുവൻ ദൈവത്തിന്റെ പ്രമാണത്തെ പ്രമാണിക്കുന്നവനാണെങ്കിൽ മാത്രമേ അവന് ഭക്തി ഉണ്ട് എന്ന് പറയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, സ്തോത്രം ഹല്ലേലൂയ, എന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. സ്തോത്രം. അന്നേരം കർത്താവ് പറഞ്ഞു, ഭാരമുള്ളയൊന്നും അല്ല ഞങ്ങൾക്ക് തന്നേക്കുന്നേ. പക്ഷെ നിങ്ങൾക്ക് ഭാരം തോന്നുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഭക്തി യഥാർത്ഥമല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഭക്തി യഥാർത്ഥമായിട്ട് ചലിക്കുന്നവന് ദൈവം തന്ന കൽപ്പനകൾ ഒരിക്കലും ഭാരമുള്ളവയല്ല. അവൻ അതിനെ നോക്കി പിറുവിറുക്കത്തില്ല, അവൻ അതിനെ നോക്കി പരാതി പറയത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ സ്തോത്രം, ഈ 3 കൂട്ടരും നമ്മുടെ ഇടയിലും ഉണ്ട്. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. ഈ 3 കൂട്ടരും നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് ഇത് തന്നെയാണ്. സ്തോത്രം. ചർച്ചിൽ ഇത് എനിക്കൊന്ന് 2ാമത്തെ ആഴ്ചയാണ് ഞാൻ ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. വളരെ ശ്രദ്ധയോടിരുന്നാട്ടെ. സ്തോത്രം. ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഒരുവൻ ഭക്തനായിരിക്കുന്നത്, സ്തോത്രം, പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഞാൻ പറയാം, ഒരുവൻ ഭക്തി കാണിക്കുന്നത് അവന് കിട്ടിയ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ടാണ്. അവന് കിട്ടിയ അനുഗ്രഹങ്ങൾ വെച്ചാണ് അവൻ പറയുന്നത്, ഞാനൊരു ഭക്തനാണ്, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എനിക്കെല്ലാം തന്നു. ഇനി നിശ്ചയമായിട്ടും ബിന്ദു ആന്റി, ഒരു നിമിഷത്തേക്ക് ദൈവം ഇതെല്ലാം ഒന്ന് തിരിച്ചെടുത്ത് നോക്കട്ടെ. സ്തോത്രം. ഒരു നിമിഷത്തേക്ക് ദൈവം അതെല്ലാം തിരിച്ചെടുക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഭക്തി എന്തോ ചെയ്യും? വെളിപ്പെട്ടു വരും. നമ്മൾ ആരെന്ന് എന്ത് ചെയ്യും? തിരിച്ചറിയാൻ തുടങ്ങും. സ്തോത്രം. കർത്താവ് പറഞ്ഞതുപോലെ പരീശന്മാരെ നോക്കി പറഞ്ഞു, ഏലിയാമാന്റെ, ഇവര് വെള്ള തേച്ച ശവക്കല്ലറിയ. അന്നേരം വെള്ള തേച്ച ശവക്കല്ലറ എന്ന് പറഞ്ഞ പ്രത്യേകത എന്താ? കർത്താവ് ഉപമിക്കുമ്പോ എന്നെ ആസ്ഥാനത്താ ഉപമിക്കുന്നത് അറിയാമോ? സ്തോത്രം. ഇവര് വെള്ള തേച്ച ശവക്കല്ലറിയ. കർത്താവ് ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞ ഇവര് വെറും നാറ്റം വന്നവരാ. സ്തോത്രം. പക്ഷെ ഈ പുറമേ ഉള്ള പെയിന്റ് അടിയൊക്കെ സ്തോത്രം മൊത്തം നാറിക്കിടക്കുവാന്നാ കർത്താവ് പറഞ്ഞത്. കേട്ടോ വീഴ്ച? ഇത് മൊത്തം നാറിക്കിടക്കുക ഇവര്, എന്നാലും ഇവര് എന്തു ചെയ്യത്തില്ല? സ്തോത്രം. ഇവര് താഴത്തില്ല. സ്തോത്രം. ഇവർ നിൽക്കുന്ന പടിയിൽ നിന്ന് ഒരടി പോലും ഇവർ താഴത്തില്ല.
ഇവരിനി കല്ലറ അകത്ത് ചീഞ്ഞതാണെങ്കിലും പറയും, വെള്ള തേച്ചേച്ച് പറയും, വെള്ള പെയിന്റ് കടിച്ചിട്ട് പറയും, ഞങ്ങളെ കണ്ടോ വിശുദ്ധന്മാരാ, ഞങ്ങൾ എന്താണ് വിശുദ്ധന്മാരാ. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് എത്താൻ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു പച്ചൻ എന്ന ലെവലിലേക്ക് എത്താൻ, സ്തോത്രം, അല്ലെ, നമ്മുടെ സാധാരണ പ്രാർത്ഥന കൊണ്ടോ സാധാരണ വചനധ്യാനം കൊണ്ടോ ഒരു സാധാരണ ജീവിതം കൊണ്ടോ ഒരു നാളും കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം വചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിന് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് കർത്താവിന് വേണ്ടി ചെയ്യാൻ പാകത്തിന് നമ്മളെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ സ്വയം ചെയ്യാതെ ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുക്കുമ്പോഴാണ് ഒരു പച്ചന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് പ്രാധാന്യം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇനി സുഖമാണെങ്കിലും വീഴ്ച, ദുഃഖമാണെങ്കിലും അത് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാൻ ഇന്ന് രാത്രി കഴിയുമോ? ഇന്ന് രാത്രി ദൈവഹിതത്തിലേക്ക് നിങ്ങൾ തന്നെ എറിഞ്ഞു കൊടുക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി സ്തോത്രം, ഹല്ലേലൂയ. ഇനി മരണമാണെങ്കിലും ജീവനാണെങ്കിലും യേശുവിന് വേണ്ടി മാത്രമേ നിൽക്കത്തുള്ളൂ എന്ന് പറയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് തന്റെ ഇടമുണ്ട്, എത്ര പേർക്ക് ധൈര്യമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ബിന്ദു ആന്റി പറ്റി ത്യജിച്ചേച്ച് പോവുക പലരും. സ്തോത്രം. എന്നോട് ആന്റി പറഞ്ഞു, സ്തോത്രം, 4 കൊല്ലം മുമ്പ് പറഞ്ഞു, അനിത ആന്റി 4 കൊല്ലം മുമ്പ് പറഞ്ഞു, സ്തോത്രം, എന്തു വന്നാലും ഞങ്ങൾ യേശുവിനെ വിടത്തില്ല, എന്തു വന്നാലും യേശുവിനെ വിടത്തില്ല. സ്തോത്രം. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു, നീ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഒരു വീട് പോലും ദൈവം തന്നില്ലല്ലോ. സ്തോത്രം. ഒരു വീട് പോലും ദൈവം തന്നില്ലല്ലോ. സ്തോത്രം. പിറ്റേ ദിവസമായപ്പോ ഒരു കോള് വന്നു. സ്തോത്രം. ഒരു കോള് വന്നു, എന്നോടല്ല, മറ്റൊരാളോട്. ഇനി ഞാൻ ചർച്ചിലേക്കില്ല. സ്തോത്രം. ഇനി ഞാൻ ചർച്ചിലേക്കില്ല. സ്തോത്രം. ഞങ്ങളൊന്ന് ഞെട്ടി. കാരണം ഒരു കാലത്ത് യേശുവിനെ വിട്ടു പോകത്തില്ലെന്ന് ആണയിട്ട സഹോദരി പരസ്യമായി എഴുന്നേറ്റ് നിന്ന്, സ്തോത്രം, അല്ല, ഞങ്ങൾ യേശു മതി എന്ന് പറഞ്ഞ് കൈയൊക്കെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച, ഞങ്ങളൊക്കെ സന്തോഷിച്ച ആ സൺഡേ ഞാൻ ഇന്നും ഓർക്കും. സ്തോത്രം. പക്ഷേ ആ സഹോദരി പറയുക, എനിക്ക് ഇപ്പോൾ ഭർത്താവിനെ അനുസരിച്ച് മതിയാകത്തുള്ളൂ. 4 കൊല്ലം മുമ്പോ ഭർത്താവ് അന്നും വിശ്വാസി വന്നിട്ടില്ല. സ്തോത്രം. ഇന്ന് രാത്രി ചിലതിന്റെ പ്രശ്നം എവിടെ കിടക്കുന്നറിയാമോ? നമ്മളിലൊരു മാറ്റം ഉണ്ടായേ പറ്റത്തുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നത് യേശു കർത്താവ് വീട് തരുന്നവനായിട്ടും കാർ തരുന്നവനായിട്ടും അനുഗ്രഹങ്ങൾ തരുന്നവനായിട്ടും ഒക്കെ നമ്മൾ ഈ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലം അങ്ങനെയാ. വാ, അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്ന ഒരു കാലം. എന്റെ കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല വാ വല്ലതൊക്കെ കൊണ്ടുപോകാം എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞത്, ബിന്ദു ആന്റി, വന്നാൽ ഇതൊക്കെ അനുസരിച്ചാൽ എന്ത് കിട്ടും? സ്തോത്രം. ഒരു നിത്യത ഞാൻ തരാം. സ്തോത്രം. നിത്യത തരാം. ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോഴും ഇന്നും പ്രസംഗിക്കപ്പെടാതെ പോകുന്ന, സ്തോത്രം, മനുഷ്യൻ ലോകത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും, സ്തോത്രം, താറടിച്ച് മനുഷ്യൻ ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോഴും മനുഷ്യൻ സ്റ്റേജിൽ കിടന്ന് പ്രസംഗിക്കുന്ന മുഴുവൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ കർത്താവിന് ആവശ്യം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാനല്ല, കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ് കർത്താവിന് വേണ്ടത്. കർത്താവ് ഇന്നും ചോദിക്കുന്നത്, ലോകമെമ്പാടും എന്റെ സാക്ഷിയാകാൻ ആളില്ല, പക്ഷെ എന്റെ പേരിൽ എന്തോ ചെയ്യാൻ പറ്റും? പക്ഷം പിടിക്കാൻ ആളുണ്ട്. എന്റെ പേര് ആർക്കെങ്കിലുമൊക്കെ വേദനിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ വളരെ ക്ഷമിക്കണം. ഞാൻ പഠിച്ച ദൈവത്തിന്റെ വചനവും പലപ്പോഴും എന്നെ കരയിപ്പിക്കാറുണ്ട്. അപ്പ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകേണ്ടത്, എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ കിടന്ന് നമ്മൾ, സ്തോത്രമല്ലേ, വാവിട്ട് കിടന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത്, അപ്പ നീ ആഗ്രഹിച്ചതുപോലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ സത്യസന്ധമായിട്ടാ ദൈവമക്കളെ പറയുന്നേ, എന്റെ അപ്പൻ ആഗ്രഹിച്ചതുപോലെ ഇന്ന് രാത്രിയും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ജീസസ്. 4 ട്രാക്ട് കൊടുത്തത് കൊണ്ടോ 4 കവലകളിൽ നിന്നത് കൊണ്ടോ അല്ല ഇന്ന് രാത്രിയിൽ
ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഇന്നും എനിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാ എന്റെ അകത്തളത്തിനകത്ത് ഏറ്റവും വലിയ കുറ്റബോധം എന്ന് പറയുന്നത്. ഈ 2026 കയറുമ്പോൾ ചെറിഷിങ് ആയിരിക്കും, അനുഗ്രഹങ്ങൾ വരും എന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ, അന്നുള്ള ആഹാരം മതി, പക്ഷെ എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പാകത്തിന്, അങ്ങനെ ഹിതപ്രകാരം എന്തെങ്കിലും ചെയ്യാൻ പാകത്തിന് എന്നെ ഒന്ന് ബലപ്പെടുത്തണമെന്നാണ് എന്റെ പ്രാർത്ഥന. പ്രൈസലോ. യഥാർത്ഥമായി നിൽക്കുന്നവർക്ക് ചിലപ്പോ വഴികൾ തുറന്നു വരത്തില്ല. സ്തോത്രം. അവർക്ക് 50,000 കൊടുക്കാനോ 1,00,000 കൊടുക്കാനോ ആള് ഒന്നും വരത്തില്ല. സ്തോത്രം. ഒത്തിരി കരഞ്ഞിട്ടായിരിക്കും ഒരു മറുപടിയൊക്കെ തരുന്ന ദൈവം. ഒത്തിരി കരഞ്ഞിട്ടാ. എന്തിനാ ഇത്രത്തോളം കരഞ്ഞിട്ടൊരു മറുപടി തരുന്നേ? സ്തോത്രം. നീ അതിന് വില അറിയണം. തരുന്ന സാധനങ്ങൾ, തരുന്ന നന്മകൾ, തരുന്നതിന്റെ ആഴം, സ്തോത്രം, ഹല്ലേലൂയ, നിസാരമായി കാണരുത് ദൈവമക്കളെ. അതിന്റെ ആഴം അറിയണം. പ്രഭാതി. പലപ്പോഴും നമ്മളിലുള്ള ബന്ധം പലപ്പോഴും കുറഞ്ഞു തുടങ്ങി. ദൈവമായിട്ടുള്ള ബന്ധം കുറഞ്ഞു തുടങ്ങി. നമ്മുടെ ബന്ധം മുഴുവൻ ഇപ്പോൾ ലോകവുമായിട്ടാ. സ്തോത്രം. ഇന്നാള് പറയുന്നത് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഇന്ന വ്യക്തി അത് പറഞ്ഞാലേ നമ്മളത് ചെയ്യത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവം പറയുന്നത് പോലെ ചെയ്യാൻ ഇന്ന് രാത്രി നമുക്ക് പറ്റിയിട്ടില്ല. നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നീങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബുദ്ധിക്കൊത്തതുപോലെ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഒന്ന് ചലിക്കാൻ. സ്തോത്രം. നമ്മൾ ഇന്നും പൗലോസായി മാറട്ടെ എന്ന് പറയുമ്പോഴും ഇന്ന് രാത്രി തിരിച്ചറിയണ ഒരു പൗലോസിനെ അല്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പദമുണ്ട്, പലരും ഉയർത്തുന്നത് മനുഷ്യനെ ഉയർത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞു. സ്തോത്രം. ശരിയാ, പൗലോസ് ഉപയോഗിക്കപ്പെട്ടു. പൗലോസിനെ പ്രസംഗിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്, ക്രിസ്തുവിനെ പ്രസംഗിക്കാനാ. പൗലോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചത്. സ്തോത്രം. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പൗലോസ് പറഞ്ഞ് പ്രശംസിക്കാൻ എനിക്ക് വകയുണ്ട്. അതൊരു സാക്ഷ്യമാ. സ്തോത്രം. പക്ഷെ നമ്മളിപ്പോഴും ഒരു പൗലോസായി മാറട്ടെ എന്നൊക്കെ, നമ്മൾ രാജ്യം കീഴടക്കട്ടെ എന്നൊക്കെ നമ്മൾ പാടി തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി എന്റെ ചോദ്യം, ദൈവ ശബ്ദം കേൾക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ഡെമസ്കോസിന്റെ അനുഭവമോ ഒരു മാളികമുറിയുടെ അനുഭവമോ ഇന്ന് രാത്രി ഒരു ഗസയുടെ അനുഭവം പോലും നമ്മുടെ ലൈഫിനകത്ത്, ഒരു എൻകൗണ്ടർ പോലും നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാകുന്നില്ല. രാത്രി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു കുറ്റപ്പെടുത്ത പ്രസംഗത്തിനല്ല ദൈവമക്കളെ ഞാൻ കയറിയത്. ഇന്ന് രാത്രിയിൽ ഇത് പരിശുദ്ധാത്മാവിന്റെ വേദനയാണ്. ഒരു സമൂഹത്തെ നോക്കി, ഒരു തലത്തെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്നും വേദനിക്കുന്നു. കർത്താവ് ഇന്നും ആഗ്രഹിക്കുന്നു. സ്തോത്രം. വിജയിച്ചാൽ നമ്മളെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചിന്തിക്കുന്നത് ഈ കാലഘട്ടത്തിനകത്ത് പ്രമുഖന്മാരുണ്ട് കർത്താവേ, അവരുടെ നടുവിലൊക്കെ ഞാൻ എന്തുവാ. പക്ഷെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ വാക്ക് പറയുക, അവരെക്കാൾ ദൈവത്തിന് ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട് നമ്മളെ ഓരോരുത്തരെയും. സ്തോത്രം. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ടാലന്റുകളുണ്ട് ബിന്ദു ആന്റി, നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. 2 കിട്ടിയോളെങ്കിലും നമ്മൾ അതുകൊണ്ട് വ്യാപാരം ചെയ്യാൻ പാകത്തിന് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. സ്തോത്രം. പലപ്പോഴും ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹം പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പരാജയപ്പെട്ടവരാണ് ഈ കാര്യത്തിൽ. ഞാൻ വചനത്തിന്റെ കാതലിലേക്ക് വരാം. സ്തോത്രം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്തോത്രം. എന്താണ് ഭക്തി? സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൽ ആശ്രയം വെക്കുകയും യഹോവയിൽ തന്നെ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിയാണ് ഭക്തൻ. തിരിച്ച് ദൈവവുമായിട്ട് അവനെന്തോന്നുണ്ട്? ദൈവത്തിനും അവനോട് എന്തോ ചെയ്യുന്നുണ്ട്? ഒരു ബന്ധമുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യമുണ്ട്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്ന അവൻ നിങ്ങളോട് എന്തോ ചെയ്യും? സ്തോത്രം. ആദ്യം നമ്മൾ പോണം. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന സ്ഥലത്ത് ഞാൻ പറയാം, കർത്താവേ വാ വാ. സ്തോത്രം.
നമുക്കിപ്പോഴും മാറ്റമില്ല. വാ കർത്താവേ, വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ. സ്തോത്രം. എനിക്കിത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്തെന്നറിയാമോ? ഈ ബാലിന്റെ ദേവന്മാരെല്ലാം കൂടെ നിന്ന് പറഞ്ഞത് വാ എന്ന് വിളിച്ചതുപോലെയാ. സ്തോത്രം. യാഗപീഠം ഒരുക്കി വെച്ചേച്ച് വാ എന്ന് വിളിച്ചതുപോലെയാ. സ്തോത്രം. ഇന്ന് രാത്രി സ്തോത്രം നമ്മുടെ ആരാധനാ ശൈലികൾക്കകത്തൊരു മാറ്റം വേണം. സ്തോത്രം. നമ്മുടെ ഹൃദയം തുറന്ന അപ്പ എന്ന് വിളിച്ചാൽ എന്റെ അപ്പൻ കേൾക്കും. സ്തോത്രം. നിങ്ങളുടെ വിളിക്കകത്ത് അപ്പൻ ഇറങ്ങി വരും. നിങ്ങൾ വാ എന്ന് വിളിക്കണ്ട. നിങ്ങൾ ഹൃദയം തുറന്നാണോ നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിനകത്ത് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ഹൃദയം തുറന്നാണോ അപ്പ എന്ന് വിളിച്ചത്? എങ്കിൽ എന്റെ അപ്പൻ നിങ്ങൾ അടുക്കലേക്ക് ഇറങ്ങി വരും. സ്തോത്രം. ഹലോ അനിതാന്റി, ഒരു കുഞ്ഞ് വീട്ടിനകത്തിരുന്ന്, നിങ്ങൾ അടുക്കള കിച്ചണില്ല, നിങ്ങൾ കിച്ചണിൽ ജോലി ചെയ്യാൻ ചിന്തിക്കുക. ഒരു കുഞ്ഞ് ബെഡ്റൂമിനകത്ത് ഉറങ്ങാൻ കിടത്തി. ആ കുഞ്ഞ് ഉറക്കം ഉണരുമ്പോ അമ്മയെ കാണുന്നില്ല. അമ്മയെ കാണാഞ്ഞപ്പോ കുഞ്ഞ് എന്ത് ചെയ്യും? ഉച്ചത്തിൽ നിലവിളിക്കും. സ്തോത്രം. അന്നേരം നിങ്ങൾ പറയോ മോനെ ഇങ്ങ് വാ എന്ന് പറയത്തില്ല. നിങ്ങൾ അങ്ങോട്ട് ചെല്ലും. അവൻ കിടക്കുന്നിടത്ത് പോയി അവനെ എടുത്തുകൊണ്ടുവന്ന് അവന് വേണ്ടതൊക്കെ എന്ത് ചെയ്യും? കൊടുക്കും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അന്നേരം ദൈവത്തിന് അറിയാം നീ എന്തിനായി നിലവിളിക്കുന്നതെന്നും എന്തിനായി കരയുന്നതെന്നും. സ്തോത്രം. ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ചില പാട്ടിന്റെ വരികളാ ബീനാന്റി ചിലരെ ടച്ച് ചെയ്യുന്നത്, ചില വചനമായിരിക്കും ചിലരെ ടച്ച് ചെയ്യുന്നത്. സ്തോത്രം. നമുക്ക് വിധിക്കാൻ കഴിയില്ല. സ്തോത്രം. ഇന്ന് രാത്രിയിൽ സ്തോത്രം, ഒത്തിരി വചനം പറയുന്നവൻ ആത്മീകനും ഒത്തിരി വചനം പറയാത്തവൻ ആത്മീകനല്ല എന്നുള്ള കാഴ്ചപ്പാട് മാറണം. സ്തോത്രം. അവൻ ഒരുപക്ഷെ ചിലപ്പോൾ അവന് രഹസ്യത്തിലുള്ള പിതാവിനോട് അവന് സംസാരിക്കുന്നുണ്ടായിരിക്കാം. സ്തോത്രം. ഇന്ന് രാത്രി വിധിക്കാനോ മറ്റൊരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താനോ നമുക്ക് അവകാശം ദൈവം തന്നിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ആത്മീയത തെളിയേണ്ടത് എന്റെ ദൈവത്തിന്റെ മുമ്പിലാണ്. എന്റെ ഭക്തി തെളിയേണ്ടത് എന്റെ ദൈവത്തിന്റെ മുമ്പിലാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ മുമ്പിൽ സ്തോത്രം നമ്മുടെ ഭക്തി തെളിഞ്ഞാലുണ്ടല്ലോ, ഇന്ന് രാത്രി എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ ആ മേഖലകളിലൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ഇന്ന് രാത്രി ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന ദൈവമാണ്. നികൾക്കമനകൾ ഭക്തന്മാരുടെ മരണം വിലയേറിയതാണ് എന്റെ ദൈവത്തിന്. ഇന്ന് രാത്രി ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് രാത്രി ഒരു യഹോവ ഭക്തന് ദൃഢനിശ്ചയമുണ്ട്. സ്തോത്രം. ഒരു യഹോവ ഭക്തന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? അവനൊരു ഉറപ്പുണ്ട്. അല്ല നമ്മളെ പോലെ ആടി ഒലയത്തില്ല. ഓ എന്തുവാ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല, വീട് കിട്ടിയില്ല, അത് കിട്ടിയില്ല, സ്തോത്രം, സൗഖ്യമൊന്നും കിട്ടിയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് ദൈവമക്കളെ, ഇന്ന് രാത്രിയില് ഈ മീറ്റിങ്ങിനകത്ത് സ്തോത്രം ദൈവം വിടുതൽ തന്നില്ലെങ്കിൽ ദൈവത്തിന് സമയം ആയില്ലെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. സ്തോത്രം. അത് മറ്റൊരെണ്ണത്തിനകത്ത് എന്ത് ചെയ്യും? ദൈവം കുറവ് നികത്തിക്കോളും ദൈവത്തിന് സമയമാകുമ്പോ. ഇതിന്റെയൊക്കെ പ്രശ്നം ദൈവത്തിനൊരു സമയം ഉണ്ടെന്ന ബിനീജ സിസ്റ്ററെ, ദൈവത്തിന് സമയമുണ്ട്. സ്തോത്രം. സിസ്റ്റർ ശക്തമായി പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവത്തിനൊരു സമയമുണ്ട്. നിങ്ങളുടെ ലൈഫിനകത്ത് ചില പ്രവർത്തികൾ അയക്കാൻ ദൈവത്തിന് സമയമുണ്ട്. സ്തോത്രം. ആ സമയത്തിനായി വെയിറ്റ് ചെയ്യണം. ആ സമയത്തിനായി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇപ്പോഴുള്ള ആത്മതലങ്ങളൊക്കെ സ്തോത്രം ഹല്ലേലൂയ പലപ്പോഴും ക്ഷീണത്തിന്റെയും ഭാരത്തിന്റെയും മേഖലയിൽ കിടക്കുക. സ്തോത്രം. അവിടെ നിന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ഈ പദം പറയുമ്പോൾ സ്തോത്രം ഇത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ദൈവപ്രവൃത്തി കൂടാരത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യും. സ്തോത്രം. വലിയ ഇടുക്കങ്ങളും വലിയ ഞെരുക്കങ്ങളും ഉണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന് സകലവും കഴിയും. വിശ്വസിക്കുക. എവിടേക്കോ ഞെരുങ്ങിക്കിടക്കുന്ന മേഖലകൾ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ രാത്രി ദൂത് കൈമാറുന്നു.
എവിടേക്കോ ഹൃദയത്തിനകത്ത് താങ്ങാൻ കഴിയാത്ത മുറിവുകളും സ്തോത്രം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളും ഉണ്ടെന്ന് ആത്മാവ് തൂത് കൈമാറുന്നു. സ്തോത്രം. ഒന്നും കൂടെ ആത്മതലങ്ങളിലേക്ക് കയറി വരണം, ഒന്നുകൂടെ പ്രാർത്ഥനയിലേക്ക് വരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കണം. ഒരേ നാവ് കൊണ്ട് വിശ്വസിക്കുന്നു എന്നും അതേ നാവ് കൊണ്ട് പ്രൈസ് അവിശ്വാസത്തിന്റെ തലങ്ങൾ എന്ത് ചെയ്യരുത്, പറയരുത്. സ്തോത്രം. ഞാനിത് പറയുന്നത് വളരെ സ്പഷ്ടത്തോടു കൂടിയാണ്. സ്തോത്രം. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. നാവിലൂടെ എന്ത് പറഞ്ഞാലും ദൈവത്തിന് നോ പ്രോബ്ലം. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് എന്താണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ നാവിനകത്തൂടെ എന്തും പറയാമല്ല കേട്ടോ. സ്തോത്രം. ഞാൻ പറഞ്ഞത് നിങ്ങൾ നാവിനകത്തൂടെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും ദൈവം നിങ്ങളുടെ ഹൃദയമാ നോക്കുന്നത്. സ്തോത്രം. ഹൃദയത്തിനകത്ത് ആദ്യം എന്ത് വേണം? വിശ്വാസം വേണം. യാക്കോബ് പറഞ്ഞ പദം എന്താണ്? പിന്നാറ്റി സ്തോത്രം. നാവിന് കടിഞ്ഞാണിടാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്തോത്രം നമുക്ക് പറ്റിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ വഞ്ചന എന്തെന്ന് അറിയാമോ? നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുക. സ്തോത്രം. ഈ ക്രിസ്തീയ ഗോളത്തിനകത്ത് ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ഞാനതാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക? നമ്മളെ തന്നെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മൾ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്നിടത്തു നിന്ന് നമ്മളൊന്ന് എഴുന്നേൽക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ പറഞ്ഞു പറ്റിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്, അതൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ആദ്യം നമ്മൾ പറ്റിക്കപ്പെടുന്നത് നമ്മളിൽ തന്നെയാ. ഇന്ന് രാത്രിയിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന, നമ്മൾ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോഴും യാഥാർത്ഥ്യങ്ങളല്ല. നമ്മൾ അതിലേക്ക് വന്നിട്ടില്ല. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നമ്മൾ യഹോവ സൗഖ്യമാക്കുമെന്ന് പറയും, സൗഖ്യമാക്കുമെന്ന് പറയും. എന്നിട്ട് അതേ നാവ് കൊണ്ടാണ് നമ്മൾ പറയുന്നേ സ്തോത്രം നല്ല ഹോസ്പിറ്റൽ ഉണ്ടെന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായി, നല്ല ഹോസ്പിറ്റൽ, നല്ല കാര്യം, ചികിത്സിക്കാൻ പോകണം, ഇത്രയും കഠിനമാണെങ്കിൽ പോകണം, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ആദ്യം വരേണ്ട വാക്ക്, അത് വിശ്വാസത്തിനകത്തു നിന്നാ വരുന്നതെങ്കിൽ ആ രോഗി നിശ്ചയമായി സൗഖ്യമാവും. നിശ്ചയമായി സൗഖ്യമാവും. കഴിഞ്ഞ ദിവസം എന്റെ ചർച്ചിനകത്ത് ഒരു ഫാമിലി, അവർക്ക് തൈറോയിഡിന്റെ ഭയങ്കര ഇഷ്യൂ, ഭയങ്കര ഒരു മുഴ തൊണ്ടയ്ക്കകത്ത്, വല്ലാത്തൊരു ഭാരം, തൈറോയിഡിന്റെ ഇഷ്യൂ വന്നു. ഞാൻ ചർച്ചിനകത്ത് ഇത് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, സ്തോത്രം, കർത്താവ് സൗഖ്യമാക്കിയിരിക്കുക, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ അതിന്റെ റിസൾട്ട് വന്നപ്പോൾ സ്തോത്രം, ആദ്യത്തെ റിസൾട്ടിനകത്ത് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിടത്ത് രണ്ടാമത്തെ റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്നു ഇനി മരുന്ന് കഴിക്കണ്ട. ഹലോ, ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും എന്നാ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നേ. തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി തുറന്നിരിക്കാതിരിക്കത്തില്ല. ഇന്ന് രാത്രി ചെവി തുറന്നിരിക്കുന്ന സ്തോത്രം ഒരു ദൈവമാണ്, കാതുകളെ തുറന്നിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. നമ്മുടെ ഭക്തന്മാർക്ക് ഒരു ആഗ്രഹമുണ്ടോ? അത് സാധിപ്പിച്ചിരുന്ന ദൈവമാ. പക്ഷെ ആ ആഗ്രഹം ജെന്യുവനായിരിക്കണം. ജെന്യുവനായിരിക്കണം. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞ്? പലരും ആഗ്രഹിക്കുന്നത് അവരുടെ ആർത്തിയിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന്, ആ വാക്കൊക്കെ ശ്രദ്ധിക്കണം, ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന്. സ്തോത്രം. എന്റെ ദൈവം സ്തോത്രം നിങ്ങളെ മുഴുവൻ ഹോൾസെയിൽ എടുത്തേക്കുമല്ല. എന്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്റെ കുഞ്ഞിനൊരു നിത്യതയിൽ ഒരു പാർപ്പിടം ഞാൻ ഒരുക്കും. അത് ദൈവം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാ നമ്മൾ. നമ്മുടെ പൗരത്വം ഇവിടെയല്ല, സ്വർഗത്തിലാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇന്ന് രാത്രി എത്രയോ പേർക്ക് വിശ്വാസക്കുറവ് പോലെ തോന്നുന്നുണ്ട് പലർക്കും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പാസ്റ്ററെ ഇവിടുത്തെ പ്രശ്നം ആദ്യം തീരട്ടെ, പിന്നെ അല്ലേ സ്വർഗത്തിലെ പൗരത്വം. സ്തോത്രം. നമ്മൾ പലപ്പോഴും നനച്ചിരിക്കുന്ന അവര് പോകും, കർത്താവ് വിളിക്കുമ്പോ അവര് പോകും കേട്ടോ സ്വർഗത്തിൽ എന്ന് പറയുന്ന പലരും പോകുമെന്ന് എനിക്ക് ഡൗട്ടായിപ്പോഴും. ഞാൻ എന്നെ ഉൾപ്പെടെയാ പറയുന്നേ, നിങ്ങളെ പറയുമ്പോഴേ നിങ്ങൾക്ക് വിഷമമുള്ളൂ. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്ന പലരും നിത്യതയിൽ കാണുകയല്ല, നമ്മൾ ചിന്തിക്കാത്ത പലരും നിത്യതയിൽ കാണും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ലാസർ ഈ അബ്രഹാമിന്റെ മടിയിൽ പോകുന്ന ഈ ധനവാൻ ഒട്ടും നനച്ചിട്ടില്ല. കാരണം പുഴുവരിച്ച് കിടന്ന മനുഷ്യനെ
സ്തോത്രം. ഈ അബ്രഹാമിന്റെ മടിയിലൊക്കെ സീറ്റ് കിട്ടുമെന്നൊക്കെ ഒട്ടും ഭൂമിയിൽ നിലച്ചിട്ടില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്ത പലതുമാണ് ഇവിടെ സംഭവിക്കുന്നത്, സ്വർഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ എന്റെ ചോദ്യം, നിങ്ങളുടെ പേര് ഭൂമിയിലെ ലിസ്റ്റിൽ എഴുതപ്പെടാനാണോ സ്വർഗത്തിലെ ലിസ്റ്റിനകത്ത് എഴുതപ്പെടാനാണോ ആഗ്രഹം? ഇന്ന് രാത്രിയിൽ നമ്മുടെ ലക്ഷ്യവും ഈ 6ാമത്തെ ദിവസവും ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിനകത്ത് എഴുതപ്പെടണമെന്നാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്റെ പേര് ജീവന്റെ പുസ്തകത്തിനകത്ത് എഴുതപ്പെടും? ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ആഗ്രഹിച്ച് പറഞ്ഞു ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടണമെന്ന്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു? സ്തോത്രം. ഇപ്പൊ കർത്താവ് പറയുന്നത്, സ്തോത്രം, സ്വന്തമായിട്ട് ആ ഭക്തി ത്യജിച്ച് കളയാതെ നിന്നാ മതിയായിരുന്നു. സ്തോത്രം. ഇല്ലേ അനിതാന്റി? ഇപ്പൊ സ്വന്തമായിട്ടെങ്കിലും ഒന്ന് വീഴാതെ നിന്നാ മതിയായിരുന്നു. അതാ ഇപ്പോഴത്തെ ആ കാലത്ത് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. 50 പേരെ നേടി, കർത്താവിന് വേണ്ടി നേടിയ ആള് ചിലപ്പോഴൊക്കെ സ്തോത്രം ഇന്ന് വിശ്വാസം ഇല്ലാത്തവരുണ്ട്. നേടിയ 50 എണ്ണത്തിൽ നേടി, നല്ല കാര്യമാണ്. പക്ഷേ പുള്ളി വിശ്വാസം തെറ്റിപ്പോയി, എന്ത് പ്രയോജനം? ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? കർത്താവ് സ്തോത്രം നമ്മുടെ കണ്ണീരൊക്കെ കണ്ടപ്പോൾ കർത്താവ് അനേക രോഗികളെ സൗഖ്യമാക്കി നമ്മളിലൂടെ. നമ്മൾ ഈ പേരൊക്കെ അടിച്ചു വെച്ച് നമ്മളെ വളരാൻ ശ്രമിക്കുമ്പോൾ ദൈവം ചിന്തിക്കുക, സ്തോത്രം, ഞാൻ ഈ വിടുതൽ തരാൻ മാത്രം മതി എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതത്തെ പോലെയാ പലപ്പോഴും ദൈവത്തോട് പെരുമാറുന്നത്. കൊണ്ടുവാ, ചെയ്തതാ. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമുണ്ട്. നിശ്ചയമായിട്ടുണ്ട്. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് സ്തോത്രമല്ല ഒരു തലമുണ്ട്. എല്ലാ പാപങ്ങളും വീട്ടിനകത്ത് വെച്ചേച്ച് എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും ഹൃദയത്തിനകത്ത് ചുമന്നുകൊണ്ട് നടന്നിട്ട് അപ്പാ പിതാവേ എന്ന് വിളിച്ചാൽ എന്റെ ദൈവം കേൾക്കില്ല. മാറ്റേണ്ടതിനെ മാറ്റാതെ, നീക്കേണ്ടതിനെ നീക്കാതെ എന്റെ ദൈവത്തിന്റെ മറുപടി നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുകയില്ല. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം എന്തുകൊണ്ടാ പലതും മിണ്ടാതിരിക്കുന്നതെന്ന് അറിയാമോ? എന്റെ കുഞ്ഞ് ഇന്ന് മാറും നാളെ മാറും എന്ന് ദൈവം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതുകൊണ്ടാ. പക്ഷെ നമുക്കൊരു മാറ്റമില്ല. സ്തോത്രം. താഴ്മയില്ല നമുക്ക് പലപ്പോഴും. ഞാനൊന്ന് താന്നു കൊടുത്താൽ എന്റെ സീറ്റ് പോകുമല്ലോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ഞാനൊന്ന് താന്നു കൊടുത്താൽ എനിക്കെല്ലാം പോകും എന്നാ നിങ്ങളുടെ ചിന്ത. ഇത് പിശാച് കൊണ്ടുവരുന്ന വലിയ പദ്ധതിയാണ്. നിങ്ങൾ താഴ്മ ധരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം തരുന്ന ഉയർച്ചയാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഈ ഉയർച്ച നമ്മൾ താഴ്മയില്ലാത്തവരായി മാറുമ്പോൾ തടസ്സപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഇംഗ്ലീഷ് ഒരു വാക്ക് പറഞ്ഞ എന്നാ പറയാ, ഈഗോ എന്ന് പറയും. ഈഗോ പലപ്പോഴും നമുക്ക് നിന്നുകൊണ്ട് ഒരു ഈഗോയുണ്ട്. സ്തോത്രം. നമ്മുടെ തട്ട് നമ്മൾ താഴ്ത്തുകയല്ല. ഇനി ആര് പറഞ്ഞു? ഇനി ബീനാൻറ്റി ഉപദേശിച്ചാൽ നമ്മൾ പറയുമോ അവർക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നോടത് പറയാൻ? സ്തോത്രം. ആദ്യം അവര് നന്നാവട്ടെ, എന്നിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ല. സ്തോത്രം. നമ്മളിലൊക്കെ ഉള്ള സ്വഭാവം ഈ പറയുന്നത് ഞാൻ. നമ്മൾ ആ വാക്കുകൊണ്ട് കർത്താവെ എന്നിലൊരു കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ചുരുക്കമാണ്. കാരണം നമ്മൾ അപ്പോഴും നമ്മളെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വഞ്ചിച്ചുകൊണ്ടിരിക്കുക. നമ്മളാണ് ബെസ്റ്റ്, നമ്മളാണ് കൊള്ളാകുന്നത്. എന്തോ എനിക്കറിയത്തില്ല, ഞാൻ ഈ വചനം ഇങ്ങനല്ല പ്രസംഗിച്ചത് ചർച്ചില്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഇത് എടുക്കുന്ന തലങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ദൈവത്തിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയും, ഇതൊന്നും കേൾക്കാൻ മനസ്സില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പോകുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല ഈ രാത്രിയിൽ. സ്തോത്രം. ദൈവം ഏൽപ്പിച്ചത് പറയാതെ എനിക്ക് തന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇരിക്കുകയല്ല. ദൈവം ഇതെന്റെ സമയമാണ്, ദൈവം എനിക്കായിട്ട് ഒരുക്കിയ സമയമാണ്. ഇതിനകത്ത് എനിക്ക് ദൈവം തന്നതൊക്കെ എല്ലാം എന്തോ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ രാത്രി ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു ആത്മാവിന്റെ തലം, വർഷിപ്പിന്റെ തലം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഈഗർലി.
പക്ഷെ നമ്മൾ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. വീഴ്ച പലപ്പോഴും പല ചർച്ചകളിൽ ചെല്ലുമ്പോൾ നൃത്തം ചവിട്ടി ആരാധിക്കുന്നവരെ എനിക്കറിയാം. പക്ഷെ അവർ ഉള്ളിൽ വചനമില്ല. ദൈവദാസന്മാർ എന്തോ പ്രസംഗിക്കുന്നതെന്ന് പോലും അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. അവര് നൃത്തം ചെയ്ത് ആരാധിക്കുന്നു, അത് അവരുടെ നിഷ്കളങ്കത കൊണ്ടാണ്. സ്തോത്രം. പലപ്പോഴും അവർ വഞ്ചിക്കപ്പെടുന്നുണ്ട്. പിന്നെ ദൈവം നീതിമാനായതുകൊണ്ടും ദൈവ സർവശക്തനായതുകൊണ്ടും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സ്തോത്രം. ഞാനൊരു പദം പറഞ്ഞോട്ടെ ദൈവമക്കളെ, നമ്മൾ വഞ്ചിക്കപ്പെടുന്നവരായി മാറരുത്. പിശാച് ഇന്നും സ്ട്രാറ്റജി വിട്ടിട്ടില്ല. അവൻ ഇന്നും ഉപായങ്ങളുണ്ട്, അവൻ ഇന്നും വഞ്ചിക്കുന്നുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയണം, അവന്റെ തന്ത്രങ്ങൾക്കകത്തു നിന്ന് നമ്മൾ പുറത്തു വന്നേ മതിയാകത്തുള്ളൂ. നിങ്ങൾക്കറിയ പൗലോസ് പറഞ്ഞ പദമുണ്ട്, സാത്താനെ വേഗത്തിൽ നമ്മുടെ കാൽക്കീഴെ ചതച്ചു കളയുന്ന സീസണുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മൾ ക്രിസ്തു ജയാളിയായി നമ്മൾ വസിക്കുന്നത് കൊണ്ട് എന്റെ കർത്താവിനെ കാൽച്ചുവട്ടില്ല പിശാചിന്റെ സ്ഥാനം. സ്തോത്രം. ഇന്ന് രാത്രി അതുകൊണ്ട് ഞാനും ജയാളിയാണെന്ന ഇന്ന് രാത്രി പ്രഖ്യാപിക്കേണ്ടത്. സ്തോത്രം. ഈ പാട്ടൊക്കെ ഒരു വിടുതലാകുമെന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം എന്റെ സഹോദരി ഒരു പാട്ട് പാടി. ഇപ്പൊ ആരോ എഴുതിയൊരു പാട്ട്, അത് അദ്ദേഹം ചേച്ചി ഇങ്ങനെ പാടി. സ്തോത്രം. ഹല്ലേലൂയ. യൂട്യൂബിലിട്ടു. അപ്പൊ അതിനടിയിൽ ഒരു കമന്റ് വന്നു, സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞുങ്ങൾ 3 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. എനിക്ക് സ്തോത്രം ഹല്ലേലൂയ മൂക്കിക്കൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുക, എന്റെ മൂക്കിക്കൂടെ ബ്ലഡ് ഒഴുകുക. എനിക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. സ്തോത്രം. ഞാൻ അവരെ ഞാൻ അവരുടെ നമ്പർ എടുത്തു. ചേച്ചിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോ 3 കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്. കർത്താവിനെ ആരാധിക്കുന്ന ഒരു കുടുംബമാണ് അവര്. സ്തോത്രം. പൊള്ളാച്ചിക്കടുത്ത. സ്തോത്രം. മലയാളികളാ. പൊള്ളാച്ചിക്കടുത്ത. സംസാരിച്ചു. ആ മനുഷ്യൻ പൊട്ടിക്കരയോ, ഒരു നിസ്സഹായത ഞാൻ മനുഷ്യന്റെ ജീവിതത്തിൽ കണ്ടു. യാക്കോബ് പറഞ്ഞതിന്റെ ആഴം എനിക്ക് അപ്പോഴാ മനസ്സിലായത്, ആ വചനത്തിന്റെ ആഴം. സ്തോത്രം. നമ്മൾ പലപ്പോഴും സഹായിക്കുന്നത് ഉള്ളവനെ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇനി അവന് വേറെ എവിടെ നിന്ന് കിട്ടിയാൽ പോലും അവൻ വേണ്ടെന്ന് പറയത്തില്ല, അവൻ വീണ്ടും വാങ്ങിച്ചുകൊണ്ടേയിരിക്കുക. രാത്രി അർഹതപ്പെട്ട ഒത്തിരി പേര് ദൈവമക്കളെ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു നേരത്താ എനിക്ക് എന്റെ ഹൃദയത്തിൽ വേദന തോന്നിയത്, ബെനഡിക്റ്റ് അച്ഛ, എന്റെ അകത്ത് വേദന തോന്നിയത്, കുഞ്ഞുങ്ങള് 3 ദിവസമായി സ്കൂളിൽ പോയിട്ട് ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം വേദനിച്ചു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എനിക്ക് ഒത്തിരി മീറ്റിങ്ങുകളൊന്നും പ്രസംഗിക്കാനില്ല, പക്ഷെ കിട്ടിയ നന്മകളിൽ നിന്ന് ഒരു ചംശം ഞാൻ അവർക്ക് വേണ്ടി മാറ്റിവെച്ചു. അദ്ദേഹം ഇട്ടൊരു മെസ്സേജ് എന്റെ ഫോണിൽ കിടപ്പുണ്ട്, ചേച്ചി ഞാനിവിടെ ചേർന്ന ആ നന്മകൾക്കകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷെ ഞങ്ങൾ കൊടുത്ത നന്മയ്ക്കകത്ത് ഇത് കൊടുത്തെന്ന് പറയാനല്ല കേട്ടോ, അതൊന്ന് ഇതിനകത്തൊന്നും വരത്തില്ല. ഞാൻ പറഞ്ഞത് സാക്ഷ്യത്തിന് വേണ്ടി അത് പറയുന്നത്. സ്തോത്രം. ഞാൻ അന്നേരം ചിന്തിച്ചു, ദൈവം എന്നെ എത്ര അതിശയകരമായിട്ടാണ് നടത്തുന്നത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഒരു ദൈവം, ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ആ മനുഷ്യന്റെ കണ്ണുനീര് കണ്ടപ്പോ, കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഇല്ലെന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയം ഒന്ന് വേദനിച്ചു. കാരണം ഞാൻ നല്ല ആഹാരം കഴിക്കുന്നുണ്ട്, ഞാൻ നല്ല വസ്ത്രം ഇടുന്നുണ്ട്. അദ്ദേഹത്തെ മെസ്സേജ് ഇങ്ങനെയാ, പാസ്റ്ററെ വീട്ടിലേക്ക് സാധനങ്ങൾ പോലും ഇല്ല, അരിയില്ല, ഒന്നും, ചായ കുടിക്കാൻ പോലും പറ്റില്ല, അല്ലെങ്കിൽ സ്തോത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല. സ്തോത്രം. ഇത് കണ്ടപ്പോ ഞങ്ങളുടെ ഹൃദയം വേദനിച്ചു കേട്ടോ. രാത്രി ഞാനിത് പറഞ്ഞത്, ഇന്നും കർത്താവിന് വേണ്ടി ഈ കഷ്ടതയുടെ നടുവിലും കർത്താവിനെ ആരാധിക്കുന്നവരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ മനുഷ്യൻ പറഞ്ഞ ചിന്ത പൈസയുടെ കാര്യമല്ല കേട്ടോ, അതിനേക്കാൾ അപ്പുറത്ത് ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, പാസ്റ്ററെ ഞങ്ങൾ എല്ലാ ദിവസവും 4:30 ആകുമ്പോൾ ഞാനും എന്റെ ഭാര്യയും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും, ഞങ്ങൾ കരം കോർത്തിരുന്ന് പ്രാർത്ഥിക്കും. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പരിധിയായപ്പോൾ ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചു, പാസ്റ്ററെ ആത്മഹത്യ ചെയ്താലോ. ഇന്ന് രാത്രി ഞാനൊരു പദം പറയാം കേട്ടോ, പല ആത്മഹത്യയുടെ വാക്കുകൾ ഇന്ന് രാത്രി പൊട്ടും. യേശുവിന് സകലവും കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞത്. അച്ഛ 10 വേദി നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഇതൊരു ശുശ്രൂഷയാ. ഒരാൾക്ക് വേണ്ടി
ദൈവം നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ ശുശ്രൂഷയാണ്. ജീസസ്. അച്ഛാ, നമുക്കൊരു ഒരു പാല് മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, ഒരു കൺവെൻഷന് പ്രസംഗിക്കുന്നതിനേക്കാൾ വലിയ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? എല്ലാരും ചിന്തിക്കുന്നത് പ്രസംഗിക്കുന്നതാ ഭക്തി. സ്തോത്രം. 4 പേരുടെ മുമ്പിൽ സ്തോത്രമല്ലേ വാക്ചാതുര്യത്തോടെ എന്തൊക്കെയോ പ്രകടിപ്പിക്കുന്നതാ ഭക്തി. നോ 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 നോ. കഷ്ടത വന്നാലും സ്തോത്രം, ഇനി നന്മയാണെങ്കിലും സ്തോത്രം, അതിന്റെ നടുവിൽ ദൈവത്തിന് മാത്രം പുകഴ്ച കൊടുക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. സ്തോത്രം. അവന് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. അവനും ദൈവവുമായിട്ടുള്ള ബന്ധം പോകരുതെന്ന് മാത്രമേ അവന്റെ അകത്ത് ചിന്തയുള്ളൂ. ഞാൻ ഇത്രയും നാൾ ദൈവത്തെ സേവിച്ചിട്ട് അച്ഛാ, ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകരുത്. എന്നിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പച്ചയുടെ അളവുണ്ട്. സ്തോത്രം. ഒരു പച്ചൻ ദൈവത്തെ നോക്കും, ഒരഭക്തൻ തന്നെ നോക്കും, ഒരു കപടഭക്തിക്കാരൻ മറ്റുള്ളവരെ നോക്കും. ഇന്ന് രാത്രിയിൽ കപടഭക്തിക്കാരന്റെ പ്രാർത്ഥന കൂരയ്ക്കകത്ത് മാത്രം കിടക്കുമ്പോൾ ഒരു ഭക്തന്റെ പ്രാർത്ഥന സ്വർഗത്തെ ചലിപ്പിക്കുമെന്ന ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരു കപടഭക്തിക്കാരന്റെ പ്രാർത്ഥന വീഴ്ച ഈ കൂരയ്ക്ക് മേളിലേക്ക് പൊങ്ങത്തില്ല. അവന്റെ പ്രാർത്ഥന ഒരു വീടിനകത്ത് മാത്രം ഒതുങ്ങുമ്പോൾ ഇന്ന് രാത്രി ഒരു ഭക്തന്റെ പ്രാർത്ഥന സ്വർഗത്തെ ചലിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തെ ചലിപ്പിക്കും. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ആരാധന സ്വർഗത്തെ ചലിപ്പിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നോ പറ. ഇന്ന് രാത്രി എന്റെ പ്രാർത്ഥന സ്വർഗത്തെ ചലിപ്പിക്കും. ഇന്ന് രാത്രി എത്ര പേർ ഹൃദയം തുറക്കും? ഇന്ന് രാത്രി എത്ര പേർ ഹൃദയം തുറക്കും? ഇന്ന് രാത്രി വ്യാജ പ്രകടനങ്ങൾ കർത്താവിന് വേണ്ട. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് പറ, അപ്പാ ഓ രാധാല ശബരകതല, എവിടേക്കോ എന്നെ തന്നെ വഞ്ചിച്ച് ഞാൻ ജീവിക്കുക. ഇന്ന് രാത്രി ആ മേഖലകൾ പൊളിയട്ടെ. ഇന്ന് രാത്രി എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. സ്തോത്രം. നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ ഗൗരവമേറിയ വിഷയം, ഒരു പച്ചൻ എന്താണ്? പഴയ നിയമത്തിനകത്തൊരു വാക്യമുണ്ട്, ഒരു ഭാഗമുണ്ട്, ഒരു അനുഭവമുണ്ട്. സത്യയോടെ സ്തോത്രം. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എന്റെ ചിന്ത. നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. സ്തോത്രം. പഴയ നിയമത്തിനകത്ത് എലീശ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. എലീശ എന്ന പ്രവാചകന്റെ അടുക്കൽ ഒരു വിധവയായ സ്ത്രീ വന്നു. വച്ചാ 2 രാജാക്കന്മാർ പുസ്തകം 4-ാം അധ്യായത്തിലാണ് വന്നിട്ട് അവൾ പറഞ്ഞൊരു പദം ഉണ്ടാ ജയിച്ച. അവൾ വന്ന് പറഞ്ഞു, നിന്റെ ദാസനായ സ്തോത്രം എന്റെ ഭർത്താവ് സ്തോത്രം ഒരു യഹോവ പച്ചനായിരുന്നു. ആ വാക്ക് നിങ്ങൾ അടിവരയിട്ടോണം, യഹോവ പച്ചനായിരുന്നു. പക്ഷേ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നമ്മൾ അനവധി പ്രാവശ്യം പ്രസംഗിച്ച് കേട്ട വാഗവാ ഇതൊക്കെ. ഭരണിയിൽ എണ്ണ കുറഞ്ഞു പോകത്തില്ല. സ്തോത്രം. പക്ഷെ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. പച്ചൻ മരിച്ചിട്ടും പച്ചന്റെ വീട്ടിനകത്തുള്ള ഒഴുക്ക് നിന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി സ്തോത്രം ഹല്ലേലൂയ, എലീശ നിന്റെ കഴിവുകൊണ്ടാണോ ഒന്നും ചെയ്തത്? എലീശ പറയും, അല്ലല്ല, അവന് പറയാനൊരു സാക്ഷി വന്നു. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ഒരു പച്ചന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ സ്വന്തം കുടുംബത്തിൽ സാക്ഷിയുള്ളവനായിരിക്കും. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ സാക്ഷിയുള്ളവരായിരിക്കും. അപ്പൻ അമ്മ മക്കൾ എന്ന ബന്ധത്തിനകത്ത് സാക്ഷിയുള്ളവരായിരിക്കും. പിന്നെന്താ ആന്റി പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാത്തത്? നമ്മൾ സാക്ഷിയില്ലാത്തവരാ പലപ്പോഴും. വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞ് നമ്മൾ എന്തൊക്കെയോ അടിച്ചു വിടുക. സ്തോത്രം. കർത്താവിന് ഇഷ്ടമല്ല കേട്ടോ. ഒത്തിരി കപടഭക്തിയോടെ ജീവിക്കുന്നവരെ കർത്താവിന് ഇഷ്ടമല്ല. ഒരു മുഖംമൂടി എടുത്തിട്ട് മറ്റുള്ളവരെ നമുക്ക് പറ്റിക്കാം. പച്ചയുടെ വേഷം ധരിച്ച് മറ്റുള്ളവരെ പറ്റിക്കാം. മീനാന്റി വിശ്വസിക്കും, ഞാനും വിശ്വസിക്കും, അനുരാന്റി വിശ്വസിക്കും. ആ മനുഷ്യൻ പച്ചനാന്ന് പറയും, പക്ഷെ ദൈവം വിശ്വസിക്കത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എന്റെ ദൈവമേ സ്തോത്രം അളന്നു തൂക്കിയേ ഏത് കാര്യവും ചെയ്യത്തുള്ളൂ.
സ്തോത്രം. എന്റെ ദൈവം വിശ്വസ്തനാ, സത്യമാ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥ നിങ്ങൾ നോക്കണം. കടക്കാർ 2 മക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നു. ഇനി മുമ്പിലോട്ട് ഒരു വഴിയില്ല. ഞാൻ ചോദിക്കുക, സഹോദരി, എന്തെങ്കിലും ഉണ്ടോ? വിറ്റ് കടം തീർക്കാൻ പാകത്തിന് എന്തെങ്കിലും ഉണ്ടോ? സഹോദരി പറഞ്ഞ ഒരേ ഒരു വാക്കെന്ന് പറയുന്നത്, അതേ ദൈവാസനെ, എന്റെ ഭർത്താവ് ഒരു യഹോവ ഭക്തനായിരുന്നു. ഇന്ന് രാത്രി ഞാൻ അതിൽ നിന്നുകൊണ്ട് ഒരു ആത്മീക ദൂത് പറയാം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടി നിങ്ങൾ എന്താ ഒരുക്കി വെച്ചേക്കുന്നേ? വീടാണോ, കാറാണോ, ബംഗ്ലാവാണോ, സ്വന്തം നിങ്ങൾക്കുള്ള അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ കൈമാറാൻ പോകുന്ന പണമാണോ? ഇന്ന് രാത്രി ഇന്ന് രാത്രി ഒരു യഹോവ ഭക്തി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ കരുതി വെച്ചാൽ, ഒരു യഹോവ ഭക്തി നിങ്ങൾ ഇന്ന് രാത്രി കൈമാറാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രി ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഇന്ന് രാത്രി തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. സ്തോത്രം. അച്ഛൻ മരിച്ചിട്ടും ഒരു മണ്ണിനകത്ത് വിത്ത് പൊട്ടിക്കിളിർക്കുന്നത് പോലെ സ്തോത്രം, അവന്റെ കുടുംബത്തിനകത്ത് ഒരു വിടുതൽ പൊട്ടിക്കിളിർക്കുകയാണ്. സ്തോത്രം. പ്രതീക്ഷയില്ലാത്തടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. ഒത്തിരി പാത്രങ്ങൾ ഒരു വായ്പ വാങ്ങി, പക്ഷേ ഒഴുകിയത് ആ ഒറ്റ ചെറിയ ഭരണിയിൽ നിന്നാണ്. സ്തോത്രം. ഒരു ചെറിയ ഭരണി. അവിടെ നിന്നിട്ടൊരു പദം പറയാം. സ്തോത്രം. എവിടെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം. ഇത് പറഞ്ഞ് ഞാൻ മനസ്സിലാവുന്നുണ്ടോ? ഏലിയാവിന്റെ കാലഘട്ടത്തിലും ആ സ്ത്രീയോട് പറഞ്ഞൊരു പദമുണ്ട്, നീ എനിക്ക് ഉണ്ടാക്കിക്കൊണ്ടുപോവാ. സ്തോത്രം. മാവുണ്ടല്ലോ, എനിക്ക് ഉണ്ടാക്കിക്കൊണ്ടുപോവാ. സ്തോത്രം. അതിനുള്ള ഉള്ളതിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. 5 അപ്പം കൊണ്ട് 5000 പേര്, നമ്മൾ കോലം ആ 5 അപ്പം കൊണ്ടൊരു ബാലകൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇപ്പോഴും നമ്മുടെ കയ്യിൽ വീനാണ്ടി 5 അപ്പം ഇരിപ്പുണ്ട്, നമ്മൾ അനക്കാതെ വെച്ചേക്കുക. ഭരണി എണ്ണ ഇരിപ്പുണ്ട്. നമ്മുടെ ചിന്ത, ദൈവം പുതിയതൊന്ന് പ്രവർത്തിക്കട്ടെ. അപ്പൊ ലാഭമായല്ലോ. ഈ ഭരണിയിൽ എണ്ണ എവിടെ ഇരിക്കും? പുതിയതെന്തോ ചെയ്യും? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കർത്താവിനായി നമുക്കുള്ള ചിലത് വിട്ടുകൊടുക്കാൻ ഇന്ന് രാത്രി ഒരുക്കമാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ സർവശക്തനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ദൈവമക്കളെ. ഇന്ന് രാത്രി എല്ലാവരും സ്തോത്രം വരത്തില്ല, എല്ലാവർക്കും ആരാധന വരത്തില്ല. ഇന്ന് രാത്രി എനിക്കറിയാം, ഇന്ന് രാത്രി സ്തോത്രം നമ്മുടെ പച്ചയ്ക്ക് നേരെ ചോദ്യം വരുമ്പോൾ വിജയമാ. കാരണം നമ്മൾ ഇത്രയും നാൾ നിരൂപിച്ചത് നമ്മൾ പച്ചരെന്നാ. നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്നോടും കൂടെ ഈ പ്രസംഗിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം എപ്പോഴും പറയാറുണ്ട്. സ്തോത്രം. നമ്മൾ നിരൂപിക്കുന്നത് നമ്മൾ പച്ചരാണെന്ന്. പക്ഷെ ദൈവം ഇന്നും പറയുക, ആ ലിസ്റ്റിൽ പോലും നമ്മൾ വന്നിട്ടില്ല. സ്തോത്രം. ഒരു പദത്തിനകത്ത് ബിന്ദു ആന്റി കൊടുത്തിരിക്കുന്നത്, ജോസിഫസിന്റെ ഒരു പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്ന പദം, സ്തോത്രം, ഈ വിധവയായ സ്ത്രീയുടെ ഭർത്താവ് എന്ന് പറയുന്നത് എന്റെ വാക്കല്ല കേട്ടോ, ഞാനൊരു പുസ്തകത്തിൽ കണ്ട വാക്കാ പറയുന്നത്. സ്തോത്രം. നിങ്ങൾ ആരും എന്നെ എന്ത് ചെയ്ത് ദുരുപദേശം പറഞ്ഞെന്ന് പറയരുത്. സ്തോത്രം. ശ്രദ്ധിച്ചേ, ആ പുസ്തകത്തിൽ കിടക്കുന്ന സത്യമാണെങ്കിൽ സ്തോത്രം ഞാൻ പറയുന്നത് സ്തോത്രം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഏലിയാവിന്റെ കാലഘട്ടത്തിനകത്ത് സ്തോത്രം ഓബദ്യാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ പ്രവാചകന്മാരെ, ശിഷ്യന്മാരെ മുഴുവൻ കൊണ്ടുപോയി ഒളിപ്പിച്ച് താമസിച്ച് അവർക്ക് അപ്പവും വെള്ളവും ഒക്കെ കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റി. സ്തോത്രം. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആ മനുഷ്യൻ അവസാനം അവിടെ കൊടുത്തിരിക്കുന്ന, ഞാൻ പരിശോധിച്ച് നോക്കി ആ മനുഷ്യന്റെ പ്രത്യേകത. അവിടെ കൊടുത്തിരിക്കുന്ന ആ മനുഷ്യൻ യഹോവ ഭക്തനായിരുന്നു. ആ വാക്ക് നിങ്ങൾ എടുത്ത് ശ്രദ്ധിച്ചു. യഹോവ ഭക്തനായിരുന്നു. 2 പ്രാവശ്യം ആ വാക്ക് എടുത്തെടുത്ത് പറയുന്നുണ്ട്. സ്തോത്രം. ബാല്യം മുതൽ യഹോവ ഭക്തൻ. സ്തോത്രം. ആ മനുഷ്യൻ മരിച്ചുപോയി. ആ മനുഷ്യൻ അന്ന് പോറ്റിയിൽ കടം മേടിച്ചാണെന്നൊക്കെ ആ പുസ്തകത്തിൽ കടം മേടിച്ച് ശിഷ്യന്മാർക്കെല്ലാം വേണ്ടി എന്തോ ചെയ്തു, ഒരുക്കി. പക്ഷേ ദൈവം ആർക്കും കടക്കാരനല്ല എന്ന ആ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ദൈവം ആർക്കും കടക്കാരനല്ല. പിന്നത്തേതിൽ അവൻ മരിച്ചിട്ടും അവന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതി എന്നാ എഴുതിയേക്കുന്നത്. ഇന്ന് രാത്രി അത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ഞാനത് വിശ്വസിക്കുക. എന്റെ ദൈവം നമ്മൾ മറന്നാലും ദൈവം മറക്കുകയില്ല. ഇന്ന് രാത്രി ചിലതൊക്കെ ഓർമ്മിപ്പിക്കാൻ പാകത്തിന്, തട്ടി ഉണർത്താൻ പാകത്തിന് ദൈവ പ്രവർത്തികൾ ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ജീസസ്. ഇന്ന് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ദൈവം തന്ന കൃപാവരങ്ങളെ മിസ്യൂസ് ചെയ്യുക.
ആവശ്യമില്ലാത്ത മേഖലകളിൽ കൊണ്ടുപോയി സ്തോത്രം അതിന്റെ പവിത്രത നശിപ്പിക്കുക. അതിനൊരു വിശുദ്ധിയുണ്ട്. ദൈവം ഏൽപ്പിച്ചത് അത് ആവശ്യക്കാർക്ക് വേണ്ടിയാ. ആവശ്യ ഭാരത്തോടിരിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവം സംസാരിക്കാൻ വെച്ചിരിക്കുന്ന മാധ്യമങ്ങളാണൊക്കെ. ഇന്ന് രാത്രി നമ്മുടെ സ്വയം നേട്ടത്തിനോ നമ്മൾ വലുതാകാൻ വേണ്ടിയോ നമ്മുടെ ലേവലാകാൻ വേണ്ടിയോ ഒന്നിനുമല്ല കർത്താവ് കൃപാവരം തന്നത്. ഇന്ന് രാത്രി അവനിലൂടെ നമ്മളിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാ ദൈവം ഇതൊക്കെ നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവം കണക്ക് ചോദിക്കുന്ന ഒരു സമയമുണ്ട്, ദൈവം വിളിക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് നമ്മൾ അവന്റെ മുമ്പിൽ ചെന്ന് നിന്നേ മതിയാകത്തുള്ളൂ. എത്രയൊക്കെ മറച്ചു പിടിച്ചാൽ സ്ക്രീനിൽ ദൈവം തെളിയിക്കും. ഇന്ന് രാത്രി നമ്മൾ ചെയ്തതിന് തക്കവണ്ണം നമ്മൾ പ്രാപിക്കുന്ന ഒരു സീസൺ ഉണ്ടെന്നുള്ളത് ഇന്ന് രാത്രി മറന്നു പോകരുത്. സ്തോത്രം. അച്ഛാ, ഈ ലോകത്തെ അന്യഭാഷ പറഞ്ഞ് ആത്മീകനെന്ന് തെളിയിക്കാൻ പറ്റും. ഈ ലോകത്തിൽ 2 പാട്ട് പാടി ആത്മീകനെന്ന് തെളിയിക്കാൻ പറ്റും. ഈ ലോകത്തിൽ പ്രസംഗിച്ച് ആത്മീകനെന്ന് തെളിയിക്കാൻ പറ്റും. പക്ഷേ മേളിലൊരു ലോകമുണ്ട്, ആ ലോകത്തിൽ അത് നടക്കില്ല. സിസ്റ്ററെ, ഈ ലോകത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരെ വേണേലും പറ്റിക്കാൻ. നമ്മുടെ ഇഷ്ടപ്രകാരം നീങ്ങിയിട്ട് ദൈവഹിതമാണെന്നൊക്കെ പറയാം. സ്തോത്രം. പല കാര്യങ്ങളും നമ്മൾ മാനുഷികമായി ചെയ്തിട്ട് നമ്മൾ അവസാനം കൊണ്ടിരുന്ന എവിടെയാണെന്നറിയാമോ? ദൈവഹിതമായിരുന്നു. പലപ്പോഴും ദൈവം അറിഞ്ഞു പോലും കാണത്തില്ല പലതും. ഇന്ന് രാത്രി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല സുവിശേഷങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന പല മേഖലകളും നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും കൂടുതൽ മണ്ണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സീസൺ വരുന്നുണ്ടെങ്കിൽ, ഒരു പ്രസംഗം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. സ്തോത്രം. കാരണം ആ പ്രസംഗങ്ങൾ പലപ്പോഴും നമ്മുടെ അകത്തെ സ്തോത്രം അല്ലെങ്കിൽ ലോകവുമായിട്ടുള്ള ബന്ധത്തെ എന്ത് ചെയ്യും? സ്തോത്രം ഊട്ടി ഉറപ്പിക്കാൻ തുടങ്ങും. സ്തോത്രം. ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുക, ദൈവം നിങ്ങളെ ഉയർത്താൻ പോവുക. സ്തോത്രം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ചൊടിപ്പും ആത്മാവിൽ നമ്മളങ്ങ് തീയും ചൂട്ടെന്നും പറഞ്ഞാൽ നിൽക്കുകയല്ലേ നമ്മള്. സ്തോത്രം. നമ്മളിത് നല്ലതാണോ ശരിയാണോ എന്ന് പോലും നോക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മീനാൻറ്റി, ഉണക്കമീൻ എന്തായാലും മണമുണ്ട്. അതായത് പിന്നെ കറി വെക്കുക എന്നുള്ളത് നല്ലതായാലും ചീത്തയായാലും ഉള്ളതാവട്ടെ. സ്തോത്രം. നമുക്ക് അതിന്റെ ഒരു മണം അടിച്ചാൽ മതിയല്ലോ, അത് മതി. സ്തോത്രം. കൊറോണ സമയം വന്നപ്പോൾ പറഞ്ഞ ഉണക്കമീൻ്റെ എങ്കിലും ഒന്ന് മണം അടിച്ചാൽ മതിയായിരുന്നു. സ്തോത്രം. ഞങ്ങളുടെ പല സഹോദരങ്ങളും പറഞ്ഞതാ, മീൻ കിട്ടാതെ വന്നപ്പോഴേ. സ്തോത്രം. നമുക്കിത് മതി, ഒരു മണം അടിച്ചാൽ മതി. തിന്നില്ലേലും കുഴപ്പമില്ല പക്ഷേ ഒരു മണമെങ്കിലും മൂക്കിന്റെ അതിലെ കൂടെ ഒന്ന് പോയാൽ മതിയായിരുന്നു. സ്തോത്രം. നമ്മുടെ പ്രശ്നം പിശാചിന് നമ്മളെ നല്ലതുപോലെ അറിയാം. അരേച്ചാർ എങ്ങനെയാണെന്നും അരുതാൻറ്റി എങ്ങനെയാണെന്നും അഭിരാമി സിസ്റ്റർ എങ്ങനെയാണെന്നും അച്ഛാന് നല്ലോണം അറിയാം. ഇനി അഭിരാമി സിസ്റ്റർ എങ്ങനെ എങ്ങനെ പിശാചിന്റെ വരിയിലേക്ക് വരുമെന്ന് എങ്ങനെ അറിയാം? അവന് നല്ലപോലെ അറിയാം. മനസ്സിലായോ? എന്നാലും അവിടെ തുടത്തോളൂ. അവിടുന്ന് ഇങ്ങനെ ഇളക്കും. ഒരു പിരി തുടങ്ങി അടുത്ത പിരിയിലേക്ക് കയറ്റും. സ്തോത്രം. പിന്നെ പൊട്ടിത്തെറിയായി. പിന്നെ നമ്മളെന്തോ വന്നേ പിന്നെ അങ്ങ് പൊട്ടിത്തെറിയ ഒരു എന്നാ പറയാ, ഒരു സ്ഫോടനം നടക്കുന്ന പോലെ നമ്മുടെ ഈ വീട്ടിനകത്ത് ചെയ്യുന്നത്. സ്തോത്രം. വാക്കുകൾ കൊണ്ട് പോരാട്ടം നടക്കും, ഫൈറ്റുകൾ വരും. സ്തോത്രം. ഇപ്പൊ പ്രാപിച്ച കൃപയൊക്കെ എവിടെ പോയി? ഒരു വെള്ളത്തിൽ കൂടെ ഒഴുകി പോകുന്ന പോലെ അങ്ങ് പോയി. എന്നിട്ട് ഇപ്പോഴും നമ്മൾ പറയുക നമ്മൾ കൃപയ്ക്കകത്താണ്. സ്തോത്രം. കഴിഞ്ഞ ഒരു ദിവസം ദിവസം പ്രസംഗിച്ചു ബിന്ദു ആന്റി. സ്തോത്രം. 10 ദ്രഹ്മ ഉള്ള സ്ത്രീ ഒരെണ്ണം പോയി നിലമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. സ്തോത്രം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് അദ്ദേഹം പറഞ്ഞത്, വളരെ സത്യമാണ്. വിജയിച്ച 10 എണ്ണത്തിൽ 9 എണ്ണം പോയിട്ട് അറിയാത്തവർ ഇന്നും ഉണ്ടെന്ന്, ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞിരിക്കുക. സ്തോത്രം. പുള്ളിക്കാരി ഒരെണ്ണം പോയപ്പോഴേ വെപ്രാളമായി. 10 എണ്ണം രാജേച്ച 9 ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കാം. നമ്മളിങ്ങനെയാ, 9 ഉണ്ടല്ലോ, നാളെ ഉണ്ടല്ലോ, നാളെ നോക്കാം. നമ്മളങ്ങ് ആശ്വസിച്ചോണ്ടിരിക്കുക. ദൈവം പറയാ നാളെ നിനക്കുള്ളതല്ല. ഇന്ന് പോയതിനെ നീ ഇന്ന് തന്നെ തെരഞ്ഞോണം. സ്തോത്രം. ഇല്ലേ പ്രശ്നം എന്തോന്ന് പറയാ ചേച്ചാ, കുപ്പ വന്ന് കൂടാൻ സാധ്യത കൂടുതലാ.
കാലക്രമേണ ഇതിന്റെ അടിയിലേക്ക് എന്തോ ഇത് മറയപ്പെടും. ഇനി ഒരിക്കൽ വൃത്തിയാക്കാൻ വരുമ്പോ നമ്മുടെ കഷ്ടപ്പാട് എന്തോ ആയിരിക്കും. അന്നേരം നമ്മൾ അന്നന്ന് അതിനെ എന്തോ ചെയ്തോണം, ക്രമീകരിച്ചു പോയാൽ, ജീവിതത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്, ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചു പോയാൽ, ഏൽപ്പിച്ച ശുശ്രൂഷകൾ വീണു പോയോ ഇല്ലയോ എന്നൊന്ന് പരിശോധിച്ചാൽ ഇന്ന് രാത്രി തീരാവുന്ന പ്രശ്നങ്ങളേ നമുക്കുള്ളൂ. നമ്മൾ ആദ്യം വരേണ്ടത് ദൈവിക ഓർഡറിനകത്തേക്കാണ്. മനസ്സിലായോ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ എല്ലാവരും ഉണ്ടോ? പറഞ്ഞിട്ടില്ല. ആരും ഉറങ്ങത്തില്ലെന്ന് എന്റെ ചിന്ത. ഉള്ളിയരിയുന്നവരൊക്കെ ഉണ്ടോ? സ്തോത്രം. ഞാൻ നോക്കിയില്ല ആരെയും. സ്തോത്രം. പലപ്പോഴും തമാശ തോന്നുന്നതാണ്. കാരണം സ്തോത്രം, ചില സമയത്തൊക്കെ നമ്മൾ ഉള്ളി അരിഞ്ഞുകൊണ്ടൊക്കെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് ആന്റിമാർ കരയുന്ന കാണുമ്പോൾ ഞാൻ ചിന്തിച്ചു എന്തോ ആത്മീക പ്രചോദനം ഉണ്ടായത് കൊണ്ടാണ്. അന്നേരം ഒരു സൂം മീറ്റിംഗിനകത്ത് മനസ്സിലായി ആന്റിക്ക് ആത്മീയ പ്രചോദനമല്ല, അതിനേക്കാൾ അപ്പുറത്ത് ആന്റിക്ക് കയ്യിലൊരു ഉള്ളിയുണ്ട്, അതുകൊണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആന്റി കരയുവോ. സ്തോത്രം. അന്നേരം ഈ രണ്ട് തരത്തിലുള്ള തലങ്ങൾ വെളിപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഞാൻ പറഞ്ഞത് പച്ചയുമായി ബന്ധപ്പെട്ടൊന്ന് കണക്ട് ചെയ്യണേ. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. അതായത് ഇവരുടെ കൈ ഉള്ളിയുള്ളൂ, നമ്മൾ കാണുന്നില്ല. ഉള്ളി ഇരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. കാണാതിരിക്കുമ്പോൾ നമ്മൾ ആ ആന്റി കരയുന്ന കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആന്റി എന്തോ പ്രാപിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥമായി ദൈവം നോക്കുമ്പോൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ഭക്തിയുടെ തലം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? നമ്മൾ നോക്കുമ്പോൾ ആന്റി കരയും, പക്ഷെ വീട്ടിലോട്ട് ചെന്ന് ശരിക്കും ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആന്റി ഉള്ളി അരിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്, കരഞ്ഞത്. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചില്ലയോ ആന്റി പച്ചയാണെന്ന്? വന്നില്ല. ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ട്രിക്ക്. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത്. സ്തോത്രം. അതേ നമ്മുടെ നാവ് കൊണ്ട് തന്നെയാ പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തെ ഇല്ലാതാക്കുന്നത് അവൻ. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കുക എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, അടുത്ത നിമിഷം തന്നെ നമ്മളെ കൊണ്ട് അവൻ പറയിപ്പിക്കും. സ്തോത്രം. മറ്റെന്തെങ്കിലും പറയിപ്പിക്കുമെന്നേ, അവിശ്വാസത്തിന്റെ വാക്ക് പറയിപ്പിക്കും. ജീവിതത്തിനകത്ത് നമ്മൾ എങ്ങനെയെങ്കിലും താണു പോകണമെന്ന അവൻ ആഗ്രഹിക്കും. ദൈവമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കണം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. അവന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണ്ട, അവന്റെ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. അവന്റെ ട്രാജിക് മോമെന്റുകൾ നമ്മൾ തിരിച്ചറിയണം. അവൻ എങ്ങനെയൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് പ്രാർത്ഥിക്കുന്നവന് മാത്രമേ കഴിയൂ. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് മാത്രമേ ഏത് വഴി കൂടെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുമെന്ന് ഒരു വെളിപ്പാടുകൊണ്ട് കിട്ടത്തുള്ളൂ. അല്ലാതിരുന്ന് അവന്റെ നിന്ന് മുട്ടും തട്ടും കിട്ടിയച്ച് കരഞ്ഞിട്ട് ഒരു കാര്യവും. ഇന്നും നമ്മൾ ശിശുക്കളെ പോലെ പെരുമാറുക. സ്തോത്രം. ഇന്നും നമ്മൾ ശിശുക്കളെ പോലെ ആത്മീയ കോർത്ത് നിൽക്കുക. സ്തോത്രം. ഇതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് ഒരു പടി കയറി വരാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ ബുദ്ധി ഉപദേശിക്കും. നമ്മൾ ആഗ്രഹിക്കേണ്ട ഇയ്യോബിനെ പോലെയൊക്കെ ഒരു ഭക്തനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കുടുംബത്തിൽ സാക്ഷ്യമുണ്ട്, ദേശത്തിൽ സാക്ഷ്യമുണ്ട്. മഹാധനവാൻ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിന് ഇഷ്ടം അവന് നിഷ്കളങ്കം നേരുള്ളവൻ, യഹോ ദോഷം വിട്ടാക്കലുന്ന പച്ചൻ. അവനെ പച്ചനാന്ന് പറയാനാ ദൈവത്തിന് തന്റെ ഇടം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ബിനീജ സിസ്റ്ററെ നമ്മളെ കുറിച്ച് ദൈവം പറയേണ്ടത് അവളെന്റെ പച്ചയാണ്. ധനേശ നമ്മളെ കുറിച്ച് ദൈവം പറയേണ്ടത് അവന്റെ പച്ചനാണ്. ഇന്ന് രാത്രി ദൈവ സാക്ഷ്യം പറയുന്നവരായി നമ്മൾ മാറണം. ഭൂമിയിലെ എത്ര പേര് നമ്മളെ നോക്കി മുഖസ്തുതി പറഞ്ഞാലും സ്തോത്രം അത് കുഴിമാടം കൊണ്ടങ്ങ് തീരും. പക്ഷെ നമ്മളെ കുറിച്ച് ദൈവം തരുന്ന സാക്ഷ്യം കുഴിമാടം കൊണ്ട് തീരാനുള്ളതല്ല, അത് നിത്യതയിൽ നിലനിൽക്കുന്ന സാക്ഷ്യമാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇന്ന് രാത്രി ഈ സ്തോത്രം എത്ര പേർക്ക് ഈ ദൂത് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്ന വലിയ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ്. സ്തോത്രം. നമ്മൾ വലുതായി കാണാത്തതും നമ്മൾ പലപ്പോഴും സില്ലി എന്ന് പറഞ്ഞ് വിട്ടുകളയുന്നതുമായ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. സ്തോത്രം. പലപ്പോഴും നമ്മളെ തന്നെ വഞ്ചിച്ച് എത്ര നാൾ ജീവിക്കും, എത്ര നാൾ നമ്മൾ തുഴയും? രണ്ട് തോണിയിൽ കാല് വെച്ച് എത്ര നാൾ തുഴയാൻ പറ്റും? തോണി അകലുന്നൊരു സമയമുണ്ട്. ആ തോണി അകലുന്ന സമയത്ത് നമ്മൾ വീഴാൻ പോകുന്നത് ആ തോണിയിലേക്കും ഈ തോണിയിലേക്കും അല്ല, വെള്ളത്തിനകത്തേക്കാണ്. നമ്മൾ മുങ്ങിപ്പോവും.
അന്നേരം നമ്മൾ നിൽക്കേണ്ട ഉറപ്പോടെ നിൽക്കേണ്ട ഒരു തോണി നിൽക്കേ. സ്തോത്രം. അത് ക്രിസ്തുവിലാകട്ടെ. ഒരു യഹോവഭക്തന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവന് ദൈവിക സ്വഭാവം ഉണ്ടായിരിക്കും. സ്തോത്രം. അവൻ അതിരുമാന്തുന്നവന്റെ അടുത്ത് പോയി വഴക്കുണ്ടാക്കാൻ നിൽക്കത്തില്ല. സ്തോത്രം. അവൻ അരുതാത്തി ഒന്നും സംസാരിക്കാൻ നിൽക്കത്തില്ല. അങ്ങനെയുള്ളടത്ത് നമ്മൾ ഒഴിഞ്ഞു പോകും. ഇയ്യോ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്നേഹിതന്മാരൊക്കെ അവനെ കുറ്റപ്പെടുത്തിയപ്പോ ഇയ്യോ പറഞ്ഞൊരു പദമുണ്ട്. സ്തോത്രം. ഞാൻ എന്റെ കണ്ണിനോട് ഒരു നിയമം ചെയ്തിരിക്കുമോ, പിന്നെ എങ്ങനാ എനിക്ക് പാപം ചെയ്യാൻ പറ്റുന്നേ? നിങ്ങൾ എന്നെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ഞാൻ എന്റെ കണ്ണിനോട് നിയമം ചെയ്തിരിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് അങ്ങനെ നിയമം ചെയ്യാൻ പറ്റുന്നുണ്ടോ? എവിടാ പാസ്റ്ററെ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ജീവിക്കാൻ പറ്റുമോ? സ്തോത്രം. ഞാൻ പറയുക ബിന്ദു ആന്റി, ഇന്നലകളിൽ സ്തോത്രം പല സുവിശേഷ വിരോധികളും പുറത്ത് നിൽക്കുമായിരുന്നു. ഇപ്പൊ വീടിനടുക്കൽ വരെ എത്തിത്തുടങ്ങി. ഇന്ന് രാത്രി നമ്മൾ ഒരുങ്ങേണ്ട സമയമായെന്നാ പറഞ്ഞു വരുന്നത്. നമ്മൾ എഴുന്നേൽക്കേണ്ട സമയമായെന്നാ ഈ പറഞ്ഞു വരുന്നത്. രാഷ്ട്രീയം കളിക്കാനല്ല ദൈവമക്കളെ. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പാകത്തിന്, മുട്ടുമടക്കാൻ പാകത്തിന്, പ്രാർത്ഥിക്കാൻ പാകത്തിന് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. ഇന്ന് രാത്രി ആ തെരഞ്ഞെടുപ്പിലേക്ക് മടങ്ങി വരാൻ കർത്താവ് ഇന്ന് രാത്രി ബുദ്ധി ഉപദേശിക്കുന്നു. ശ്രദ്ധിച്ചേ, ഈ യോബിനെ കുറിച്ച് ദൈവസാക്ഷ്യം പറഞ്ഞു. പക്ഷേ ഒരു ഭക്തന്റെ പച്ചയ്ക്ക് നേരിയ പിശാചിന്റെ ആക്രമണം. പിശാച് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ദൈവം ഈ സാക്ഷ്യം പറഞ്ഞപ്പോ പിശാച് ഒരു ചോദ്യമുണ്ട്. വെറുതെയാണോ ഇയ്യോബ് ഒരു ഭക്തനായിരിക്കുന്നത്? നീ അവന് ചുറ്റുമുള്ളതൊക്കെ വേലി കെട്ടിയിട്ടുണ്ട്. നീ അവനെ കാത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവൻ അതുകൊണ്ടാ ഇത്ര കോൺഫിഡന്റോടുകൂടെ ദൈവത്തെ മുറുകെ പിടിച്ചേക്കുന്നത്. ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എന്റെ ദാസനായ അയ്യോ നിന്റെ മുമ്പിൽ ഇപ്പോണ്ട്, അവനുള്ളൊക്കെ മുമ്പിൽ ഇപ്പോണ്ട്, നീ ഒന്ന് തൊട്ട് നോക്ക്. അവന്റെ ജീവനെ തൊടരുത്, അവനുള്ളതൊക്കെ നീ ഒന്ന് തൊട്ട് നോക്ക്. പിശാചിന് ഭയങ്കര സന്തോഷമായി. അവൻ പോയി ഊടായി സഞ്ചരിച്ച്. സ്തോത്രം. ഓരോരുത്തന്മാരെ അജിച്ച ഓരോരുത്തന്മാരെ വരെ ശേഷിപ്പിച്ചാണ് പിശാച് എന്ത് ചെയ്തത്. ആദ്യത്തെ ന്യൂസ് അറിയിക്കാൻ ഒരുത്തനെ ശേഷിപ്പിച്ചു, രണ്ടാമത്തെ ന്യൂസ് അറിയിക്കാൻ ഒരുത്തനെ ശേഷിപ്പിച്ചു, മൂന്നാമത്തെ ന്യൂസ് അറിയിക്കാൻ ഒരുത്തനെ ശേഷിപ്പിച്ചു. ഇവരെല്ലാം ഇങ്ങനെ വഴുതി പോരുക. സ്തോത്രം. ഇവരൊക്കെ വന്ന് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ, സ്വന്തം മക്കൾ വരെ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഇയ്യോബ് പറഞ്ഞൊരു പദം എന്റെ ഹൃദയത്തെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പക്ഷെ ഒരു ഭക്തൻ എങ്ങനെ പറയാൻ പറ്റും ഇങ്ങനൊരു വാക്ക്? നമുക്ക് പറയാൻ പറ്റുമോ? ഇന്ന് രാത്രിയിൽ ഞാൻ ഈ പദം പറയുമ്പോൾ നമുക്കിത് പറയാൻ പറ്റുമോ? നീറുന്ന പ്രതിസന്ധികൾ നമുക്ക് കൺമുന്നിലൂടെ എല്ലാം ഒലിച്ചു പോകുമ്പോൾ, കാഴ്ചവട്ടിലെ അവസാനത്തെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ യഹോവ തന്നു, യഹോവ എടുത്തു എന്ന്? ഇന്ന് രാത്രി ചിലരെ പരിശുദ്ധാത്മാവ് സ്പർശിക്കാൻ പോവുക. ഈ രാത്രിയിൽ നീ അനുഭവിക്കുന്ന നഷ്ടങ്ങളുണ്ടല്ലോ, നീ അനുഭവിക്കുന്ന കഷ്ടങ്ങളുണ്ടല്ലോ, ദൈവം ഒരു നീതിക്കാക്കി, ഒരു പ്രവൃത്തിയാക്കി മാറ്റാൻ പോകുകയാണ്. യഹോവ ഭക്തന് ഒരു ദൃഢനിശ്ചയമുണ്ട്. ഇന്ന് രാത്രി ഒരു ദൃഢനിശ്ചയം ഉണ്ടാകട്ടെ. സ്തോത്രം. കൺമുന്നിൽ നിന്നപ്പോ ഭാര്യ പറഞ്ഞ ചോദിച്ചാ എന്തോ പറഞ്ഞെന്നറിയോ? സ്തോത്രം. നിന്റെ ഭക്തി ത്യജിച്ചു കളഞ്ഞിട്ട് മരിക്കാൻ നോക്ക്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് എന്റെ ഭക്തിയോടുള്ള ബന്ധത്തില. ഭാര്യ പറഞ്ഞതും ഭക്തിയെ കുറിച്ച് തന്നെയാ. 3 സുഹൃത്തുക്കൾ വന്നു. വീഴ്ച 3 സുഹൃത്തുക്കൾ വന്നു. സ്തോത്രം. അത് എലിഫസ് എന്ന് പറയുന്ന മനുഷ്യൻ ചോദ്യം ചെയ്തത് ഇയ്യോബിന്റെ ഭക്തിയാ. അത് നിർത്തി വായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രി ഒന്ന് തുറന്നേ, വേഗത്തിൽ സമയമാകുമ്പോ കറക്റ്റ് സമയത്ത് തന്നെ നിർത്തും. വേഗത്തിൽ തുറന്നേ. 4-ാം അധ്യായം 6-ാം വാക്യം. ഇയ്യോബ് 4:6. എടുത്തോ വേഗത്തിൽ. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ. മതി. ഇനി 15-ന്
15:4 വായിക്കും. 15:4 ഞാൻ വായിച്ചു വിടുക, സമയമില്ലാത്തതുകൊണ്ട് വായിച്ചു വിടുക. ശ്രദ്ധിച്ച് 15:4. നീ ഭക്തി വെടിഞ്ഞ് ദൈവസന്നിധിയിലെ ധ്യാനം മുടക്കിക്കളയുന്നു. ആ സ്തോത്രം. 22:4 വായിച്ച്. 22:4. നിന്റെ ഭക്തി നിമിത്തമോ അവൻ നിന്നെ ശാസിക്കുകയും നിന്റെ ന്യായവിസ്താരത്തിൽ വരുത്തുകയും ചെയ്യുന്നത്. ഓക്കെ, അവർ ചോദിച്ച ചോദ്യം കണ്ടോ? നിന്റെ പട്ടി ഒരു കപടമാന്ന സുഹൃത്തുക്കൾ പറഞ്ഞത്. കപടവാ. അച്ഛാ അങ്ങനെ അച്ഛാ, യഥാർത്ഥ പറ്റിയുള്ളവന് നേരെ ആരും നല്ല വാക്ക് പറയത്തില്ല. സ്തോത്രം. ആരും പുകഴ്ത്താൻ കാണില്ല. സ്തോത്രം. നിന്റെ പറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ ഇന്ന് രാത്രി തിരിച്ചറിയേണ്ടത്, ആരും ഇല്ലെങ്കിലും നീ പച്ചനാണെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒത്തിരി ബഹളം വെച്ചല്ല ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ ശാന്തമായിട്ട് തന്നെ സംസാരിക്കുന്നത്. എലീഫസ് ചോദിച്ചു, ബിൽദാദ് ചോദിച്ചു, സോഫർ ചോദിച്ചു. സ്തോത്രം. വിശുദ്ധിയെ ചോദ്യം ചെയ്തു. സ്തോത്രം. ഇവരൊക്കെ ആത്മിക ജീവിതത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നവരാ. ഒരു പച്ചനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നവരാ. രാത്രി 38 അധ്യായത്തിനകത്ത് ദൈവം ചുഴലിക്കാറ്റ് ഇറങ്ങി നിന്ന് ഇയ്യോബിനോട് സംസാരിച്ചു. എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു ഭാഗമാണ് അത്. സംസാരിച്ചു. ദൈവം ചോദിച്ചു, ഇയ്യോബേ, നിനക്ക് മഹാനക്രത്തെ ചൂണ്ടിലിട്ട് പിടിക്കാൻ പറ്റുമോ? നിനക്ക് മാന്റെയൊക്കെ പ്രസവകാലം പറയാൻ പറ്റുമോ? അളക്കാൻ പറ്റുമോ? നിനക്ക് ആകാശത്തെ ചാണുകൊണ്ട് അളക്കാൻ പറ്റുമോ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇയ്യോബ് അതിന് 42 അധ്യായത്തിൽ മറുപടി പറഞ്ഞു, ദൈവമേ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാനോ അതിനെ കയറുകൊണ്ട് കെട്ടാനോ ഒന്നിനും എനിക്ക് കഴിവില്ല. പക്ഷെ നിനക്ക് സകലവും കഴിയും. ഇതാ പച്ചന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്തോത്രം. ഒരു പച്ചന് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഉണ്ടായിരിക്കേണ്ടത് അവൻ അവന്റെ ദൈവത്തെ അറിയുന്നവനായിരിക്കും. എന്റെ കൂടെയുണ്ടോ നിങ്ങൾ? ഇന്ന് രാത്രി സ്തോത്രം, ദൈവം എന്നെ അറിയുന്നു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഞാൻ ഇന്ന് രാത്രി പറയാൻ, എന്റെ ദൈവത്തെ ഞാനും അറിയുന്നു. ഇന്ന് രാത്രി ദൈവം ചോദിക്കുന്ന ചോദ്യം വീഴ്ച, ദൈവം നിങ്ങളെ അറിയുന്നു, സത്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തെ അറിയാമോ? നിങ്ങൾക്ക് ദൈവത്തെ അറിയാമോ? എന്തുവല്ല നിങ്ങൾക്ക് ദൈവത്തെ അറിയാമോ? ദൈവം ആരെന്നറിയാമോ? 38 അധ്യായം തൊട്ട് 41 അധ്യായം തീരുന്നത് വരെയും ഇയ്യോബിനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. പക്ഷേ 42 അധ്യായത്തിനകത്ത് താൻ സറണ്ടർ ചെയ്തിട്ട് പറയുക, അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നിന്നെക്കുറിച്ച് നിനക്ക് സകലവും കഴിയുമെന്ന്. എനിക്ക് ആരും ബലവാന്മാരാണ്. എലീഫസ് ബലവാനാണോ? ബിൽദാദ് അങ്ങനെയാണോ? സോഫർ അങ്ങനെയാണോ? എനിക്ക് ആരെക്കുറിച്ച് ചിന്തയില്ല. എനിക്ക് അങ്ങയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. നമ്മുടെ പ്രശ്നം എന്തെന്നറിയാമോ? നമ്മൾ മറ്റുള്ളവരെ നോക്കിയിരിക്കുക. മറ്റുള്ളവരെന്നെ വിധിച്ചല്ലോ, അവരുടെ മുമ്പിൽ എനിക്ക് ശ്രേഷ്ഠനാകണം, അവരുടെ മുമ്പിൽ എനിക്ക് മാന്യത വേണം. ഇങ്ങനെയാ നമ്മുടെ പ്രാർത്ഥന. അച്ഛാ, അങ്ങനല്ല. നമ്മൾ ദൈവത്തെ യഥാർത്ഥമായി അറിയാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം തരാൻ തുടങ്ങും. ഒരു പച്ചന് 2 കാലമുണ്ട് അച്ഛാ, അജയിച്ച. ഒരു പച്ചന് 2 കാലമുണ്ട്. അവനൊരു മുൻകാലമുണ്ട്, അവനൊരു പിൻകാലമുണ്ട്. സ്തോത്രം. 42 അധ്യായത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ഇയ്യോബിനൊരു മുൻകാലം ഉണ്ടായിരുന്നു, ഇയ്യോബിനൊരു പിൻകാലം ഉണ്ടായിരുന്നു. മുൻകാലത്തിനകത്ത് ഹല്ലേലൂയ കഷ്ടത അനുഭവിച്ചു, വേദന അനുഭവിച്ചു, ഭാര്യ സ്വന്തം കുറ്റപ്പെടുത്തി, മക്കൾ പോയി, ദാസിദാസന്മാർ പോയി, സ്വത്രമല ആടുമാടുകൾ പോയി, എല്ലാം നശിച്ചു. വെണ്ണീറായി. സ്വത്രമലൂയ പരിക്കളാൽ ബാധിക്കപ്പെട്ട്, സ്വത്രമല ഓട്ട് കഷ്ണം കൊണ്ട് പരുക്കൾ ചുരണ്ടിക്കൊണ്ട്, സ്വത്രമല ഒരു ഓരം ചെന്നി കിടക്കുമ്പോൾ ഇന്ന് രാത്രി കുറ്റപ്പെടുത്താൻ 3 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. എല്ലാം അനുഭവിക്കുന്ന ഒരു സീസൺ, ഒരു മുൻകാലം തന്റെ മുമ്പിൽ വെളിപ്പെട്ടു വന്നു. പക്ഷേ തന്റെ പറ്റി തെളിയിച്ചൊരു മുൻകാലം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്?
എല്ലാവരും പറയും അനുഗ്രഹിക്കപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷെ പറ്റി തെളിയിക്കാൻ നിനക്കൊരു മുൻകാലം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്റെ പറ്റി തെളിയിക്കപ്പെട്ടാൽ നിനക്ക് ഇരട്ടിയായി മടക്കി തരുന്ന ഒരു പിൻകാലം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി എന്റെ പറ്റി തെളിയുന്ന അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ഇന്ന് രാത്രി യോബിനെ പോലെ പറയാൻ പറ്റുമോ? ഞാൻ എന്റെ നടപ്പുണ്ടല്ലോ അവന്റെ മുമ്പാകെ തെളിയിക്കും. എത്ര പേർ ഇന്ന് രാത്രി പറയും എന്റെ നടപ്പ് ഞാൻ തെളിയിക്കാൻ പോവാ കർത്താവേന്ന്? ഇന്ന് രാത്രി അങ്ങനെ ഒരു വാക്ക് പറയാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് പരാജയമെന്നു അതിനർത്ഥം. ദൈവസന്നിധിയിൽ നമ്മളെ തെളിയിക്കണം. നമ്മൾ എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. മെസ്സേജ് തീർന്നത് കൊണ്ടല്ല, ദൈവത്തിന്റെ ഗൈഡൻസിനകത്താണ് ഇത് മൂവ് ആകുന്നത്. സ്തോത്രം. എലീഫസ് ബീനാന്റി എലീഫസ് കുറ്റപ്പെടുത്തി. പക്ഷേ യോബിനോട് സംസാരിച്ച അനന്തരം ദൈവം എലീഫസിനോടാണ് സംസാരിക്കുന്നത്. എലീഫസിനോട് പറഞ്ഞു, എനിക്ക് നിന്നോടും നിന്റെ 2 സുഹൃത്തുക്കളോടും നീരസമുണ്ട്. കാരണം ഇയ്യോബിനെ പോലെ വിഹിതമായത് നിങ്ങൾ സംസാരിച്ചിട്ടില്ല. ബിന്ദു ആന്റി, നമുക്ക് വിഹിതമായത് സംസാരിക്കാൻ പറ്റാത്തത് നമ്മുടെ കുഴപ്പം. ദൈവത്തിന് വിഹിതമായത് നമ്മൾ സംസാരിക്കണം. അതാ യാക്കോബ് പറഞ്ഞത്, നാവിനെ കടിഞ്ഞാണിടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പറ്റി വ്യർത്ഥമാണ്. പുറമെ എന്തും കാണിക്കാം, പുറമെ വെള്ള തേച്ച് നടക്കാം. സ്തോത്രം. ഇന്ന് രാത്രി ദൈവം പറയുക, എനിക്ക് വെള്ള തേച്ചതൊന്നും അല്ല കാണേണ്ടത്. സ്തോത്രം. ഇന്ന് രാത്രി ഹൃദയം തകർത്തെന്റെ സന്നിധിയിൽ വരാൻ കഴിയുന്നവർ എനിക്ക് വേണം. ഇന്ന് രാത്രി കർത്താവിന് ആവശ്യമുണ്ട്. യെസ്, എലീഫസിനോട് പറയുക, എലീഫസേ, നീ എന്റെ പറ്റിക്ക് നേരെയാ നീ ചോദ്യം ഉയർത്തിയത്. പിന്നെ എന്നെ അവിടെ ചിന്തിപ്പിച്ചു വിനാണ്ടി. കാരണം 3 പേരോടും ഒന്നിച്ച് പറയേണ്ട ഒരു ദൂത്, ഒരു വാക്ക് ദൈവം എടുത്തു പറയും. എലീഫസേ, നിന്നോട്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നിന്നോട്, നിന്റെ 2 സുഹൃത്തുക്കളോടും. അങ്ങനെ പറഞ്ഞേ, ആ 2 സുഹൃത്തുക്കൾ. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ടെന്നാ വെറുതെ. സ്തോത്രം. ദൈവം തെളിയിക്കും കേട്ടോ, ദൈവം തെളിയിക്കും. എവിടെയാണോ ആരാണോ നിന്നെ നാവ് കൊണ്ട് തള്ളിയത്, അവൻ അതേ നാവ് കൊണ്ട് പറയുന്ന സ്തോത്രം ഹല്ലേലൂയ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എന്റെ അടുക്കലേക്ക് സ്തോത്രം വരണേ. സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു പദം ഞാൻ എടുത്തു പറയാം ദൈവമക്കളെ. ഇയ്യോബിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാനല്ല അവർ വന്നത്. ഇയ്യോബിനെ തള്ളിപ്പറയാനും കുറ്റപ്പെടുത്താനും ഉയർത്തി അതേ നാവ് കൊണ്ട് ഇയ്യോബിന്റെ അടുക്കൽ പോയി, ഇയ്യോബിന്റെ അടുക്കൽ പറ, സ്തോത്രം, യാഗം കഴിച്ചേച്ച് പറ, എനിക്കൊരു പ്രാർത്ഥിക്കാൻ പറ. സ്തോത്രം ഹല്ലേലൂയ. എനിക്കൊരു കാര്യം മനസ്സിലായി കേട്ടോ, പച്ചൻ എത്ര ശത്രുവായിരുന്നാലും, സ്തോത്രം ഹല്ലേലൂയ, പച്ചന്റെ ചുറ്റും നിൽക്കുന്നവർ എത്ര ശത്രുക്കളാണെങ്കിലും പച്ചൻ പ്രാർത്ഥിക്കും. അവന് ഒരു മടിയില്ല. ഇന്ന് രാത്രി ഞാൻ പദം പറയാൻ കേട്ടോ, നമുക്ക് ആരെ ശത്രുക്കളായി കാണാൻ പ്രമാണമില്ല. ഇന്ന് രാത്രി നമുക്ക് ഒറ്റ പ്രമാണമേ ഉള്ളൂ, പ്രാർത്ഥിക്കണം. നിന്റെ ശത്രുവിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിന്നെ ശത്രുവായി കാണുന്നവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിന്നെ മിത്രമായി കാണാത്തവരുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. നീ സ്തോത്രം ഹല്ലേലൂയ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ കുറിച്ച് പരാതി പറയുന്നവർ കാണുമായിരിക്കാം. പക്ഷെ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരോട് ദൈവം സംസാരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവമാണ് ഇടപെടേണ്ടത്. ഇന്ന് രാത്രി ഞാനല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് തെളിയിക്കാൻ പോകണ്ടെന്നേ, ഞാൻ ആരുടെ മുമ്പിൽ തെളിയിക്കാൻ പോകണ്ട. ഇന്ന് രാത്രി എന്നെ തെളിയിക്കുന്ന, എന്നെ പുറത്തു കൊണ്ടുവരുന്ന, എനിക്കൊരു പിൻകാലം ഒരുക്കാൻ കഴിയുന്ന, ഇന്ന് രാത്രി നഷ്ടങ്ങൾക്കപ്പുറത്തേക്ക് എനിക്കൊരു പിൻകാലത്തെ തുറക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി പറ, എനിക്കൊരു പിൻകാലം ഒരുക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. ഇന്ന് രാത്രി എന്റെ മുൻകാലത്തെക്കാൾ എന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഉടരാജകന ഹതന പ്രഭാതന ഘടക ശന്തൽ വൈഡപ്രവേനിയാതന. ഇന്ന് രാത്രി ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. അധുരാജകൽ കമനകര ഘടക സിയാതന അന്തൽ കമന ഘടക സിയാന്തൽ കമാനിയാതന. ഇന്ന് രാത്രി വിശ്വാസത്തെ തുറക്ക. ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യം നിങ്ങളുടെ ഹൃദയമാണ്. സ്തോത്രം. പറയാൻ ഒത്തിരി ഉണ്ടെങ്കിൽ ഞാൻ വാക്ക് ഇവിടെ വിരമിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോകും. ചോദിച്ചാ, ഏലിയാവ് നോക്കിയത് അടിക്ക് വിറകിന്റെ ഭംഗിയല്ല, വെച്ച സ്തോത്രം ആ മാംസം ഉണ്ടല്ലോ,
യാഗം കഴിക്കാൻ വെച്ച യാഗവസ്തു വൃത്തിയുള്ളതാണോ എന്ന് ഏലിയാവ് നോക്കിയിരുന്നു. ഇന്ന് രാത്രി നമ്മുടെ പ്രശ്നം, നമ്മൾ നോക്കുന്നത് പലപ്പോഴും വിറക് ഭംഗിയുള്ളതാണോ? സ്തോത്രം. വിറക് ഭംഗിയുണ്ട്, കപട പച്ചിക്കാരെ പോലെ നമ്മൾ ആരാധന കഴിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടത് വെച്ച യാഗവസ്തു ഇന്ന് രാത്രി വൃത്തിയുള്ളതാണോ, വിശുദ്ധിയുള്ളതാണോ? ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചോദ്യം ഉന്നയിക്കുക. ഇത് പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യമാണ്. സ്തോത്രം. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് മുഴു ഹൃദയത്തോടാണോ, മുഴു ശക്തിയോടെയാണോ? ഇന്ന് രാത്രി ഒരു ഭക്തനെ തെളിയിക്കാൻ സ്വർഗം ഇറങ്ങി വരും. പക്ഷെ നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. വിശ്വസ്തദാസന് എന്നൊരു വിളി കേൾക്കുമ്പോൾ നമുക്ക് അപ്പന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റണം. ആ വിളി കേൾക്കണം. നമുക്ക് ആരെയും ബോധിപ്പിക്കണ്ട ഈ ലോകത്ത്, നമുക്ക് ആരുടെയും പുറകെ പോകണ്ട ഈ ലോകത്ത്. നല്ല ദാസനെ എന്നുള്ളൊരു വിളി കേൾക്കാൻ കൊതിക്കുന്നവർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. നല്ല ദാസിയെ എന്നുള്ള വിളി കേൾക്കാൻ കൊതിക്കുന്നവർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. ഞാൻ ഈ വാക്ക് വീണ്ടും പറയുന്നു. ഈ രാത്രി ദൈവത്തോട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നിത്യ നരകത്തിലേക്ക് നമ്മൾ തള്ളപ്പെടും. നിങ്ങൾക്കിതൊരു തമാശ കഥ പോലെ ആയിരിക്കാം, പക്ഷെ അനുഭവത്തിനകത്തേക്ക് നിങ്ങൾ കയറി വന്നേ മതിയാകത്തുള്ളൂ. ഈ രാത്രി ഭക്തന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ഭക്തി വ്യർത്ഥമാകരുത്. 4 പേരെ കാണിക്കാൻ വേണ്ടി ആകരുത് നിങ്ങളുടെ ഭക്തി. പ്രസാദിക്കേണ്ടവൻ പ്രസാദിച്ചേ മതിയാകത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ അപ്പൻ എന്റെ ഉപനിധിയാ. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ പ്രാർത്ഥിച്ചേ. ഹൃദയം ഒന്ന് ഒരുക്കിയേ. ശാലാധാര. ഞാനിത് പറയുമ്പോൾ ചിലർ അകത്തുനിന്ന് ചില ഭാരങ്ങൾ കെട്ടഴിഞ്ഞു പോവുക. ഭാരങ്ങൾ അടരാജകൽ കനാദി. ചില വയറ്റിനകത്തൊരു കട്ടി പിടിച്ചതുപോലെ ഇരിക്കുന്ന ചിലതൊക്കെ ഇപ്പോൾ തന്നെ റിലീസാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചെയറിനകത്തൊക്കെ ഇരിക്കുമ്പോൾ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഉദരത്തെ വല്ലാതെ പിടിച്ചു കെട്ടുന്നത് പോലെ. ചൂടുവെള്ളമൊക്കെ കുടിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല, ഒരു മാറ്റമില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു അതിന്റെ കെട്ടഴിയാൻ പോവുക. അർത്ഥേസ്മാന കഥുരി പ്രഭാതന ഘടകസ്. യെസ്, നെഞ്ചിനകത്തേക്ക് എരിഞ്ഞു കയറുന്ന, യെസ്, യേശുവിന്റെ നാമത്തിൽ റിലീസാകാത്ത ചില ഭാരങ്ങൾ, ചില ശിരസിനകത്ത് നീ അഴിച്ചു മാറ്റുക. അർത്ഥരേ ജഗൽ കനാദിയാല ഗച്ഛസി. യെസ്, യെസ്. ഇന്ന് രാത്രി എത്ര പേർ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്തേക്ക് കയറി വരും? അപ്പൊ വിറകടുക്കുന്നതിന്റെ ഭംഗിയൊന്നും അല്ല. അപ്പൊ ഇന്ന് രാത്രി ഞാൻ എന്നെ തരുന്നു എന്ന് പറയാൻ ശുശ്രൂഷയിൽ എങ്ങും എത്താൻ പറ്റാത്തവരുണ്ട്. ദൈവം ആഗ്രഹിച്ച അളവിലേക്ക് എത്താൻ പറ്റാത്തവരുണ്ട്. ഇന്ന് രാത്രി ദൈവം ആഗ്രഹിച്ച അളവിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരിനകത്തുണ്ട്? എന്നെ മുൻവിധിയോടെ നോക്കുന്നവർ കാണുമായിരിക്കാം. ഇന്ന് രാത്രി നിങ്ങൾ എന്നെ മുൻവിധിയോട് നോക്കിയിരിക്കാനേ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ നിങ്ങളും അപ്പായും തമ്മിലുള്ള ബന്ധം ഇന്ന് രാത്രി ക്ലിയർ ആകണം. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി ആ ഒരു ബോധ്യം നിങ്ങളുടെ അകത്ത് വീഴട്ടെ. ഇന്ന് രാത്രി ദൈവത്താൽ ഇന്നും ഉപയോഗിക്കപ്പെടുന്നവരെ മാത്രമല്ല കർത്താവിന് വേണ്ടത്, ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിന് വേണം. ദൈവത്തിന് നാവായി നിൽക്കാൻ, ദൈവത്തിന്റെ കാതായി നിൽക്കാൻ, ദൈവത്തിന്റെ കരങ്ങളായി നിൽക്കാൻ, ദൈവത്തിന്റെ കണ്ണുകളായി നിൽക്കാൻ ഇന്ന് രാത്രി ചിലരെ കർത്താവിന് വേണം. എത്ര പേർ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കപ്പ എന്നിലൂടെ അങ്ങ് കാണണം. ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് സിസ്റ്ററെ പരിശുദ്ധാത്മാ പറയുന്നു പ്രഭാതന ഘടകസിയാവന. ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പലപ്പോഴും വഴുതി പോകുന്ന അനുഭവങ്ങൾ, ആത്മീക ജീവിതത്തിനകത്തുനിന്ന് വഴുതി പോകുന്ന അനുഭവങ്ങൾ മാറിപ്പോകാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ജീവിതത്തിനകത്ത് വന്ന ചില വഴുക്കലുകൾ അഠരാ ചകൽക്കമന ദിഗൽക്കമന ദിഗർത്ഥന പ്രഭാതി
ഇപ്പോൾ തന്നെ റിലീസാകുക. ചില ഭാരങ്ങൾ നിങ്ങളുടെ അകത്തുനിന്ന് റിലീസാകുകയാണ് യേശുവിന്റെ നാമത്തിൽ. യെസ്, പരിശുദ്ധാത്മാവെ ആ സഹോദരിയെ തൊടണം. അങ്ങോട്ട് അപേക്ഷിക്കുന്നപ്പോ ഈ രാത്രിയിൽ ഹൃദയത്തെ തൊടണം. അപ്പൊ ബാഹ്യമായ പ്രകടനങ്ങളല്ല ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്. ഹൃദയത്തിനകത്ത് വലിയ പരിവർത്തനം ഇന്ന് രാത്രി തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും പുറമെ എന്തൊക്കെയോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ അകത്തെ മനുഷ്യനില് പ്രഭാതം ഞങ്ങളുടെ അകത്താ അപ്പൊ ഒരു വിടുതൽ വേണ്ടത്. ഞങ്ങളുടെ അകത്താ ഒരു വിടുതൽ വേണ്ടത്. യോബിന്റെ പുറമെയുള്ള ശരീരത്തെ തകർക്കുമ്പോഴും യോബിന്റെ അകത്ത മനുഷ്യൻ ശക്തിയോടെ പറ്റി ത്യജിക്കാതെ ഉറച്ചു നിന്നതുപോലെ റമനകതല. ചില പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരെ വരും, പക്ഷെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കണം. അടരാജകൽക്കനാദിയാലകി. ഇന്ന് രാത്രി വാ തുറന്ന് പ്രാർത്ഥിക്ക്, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്ക്. യെസ്, ശക്തമായി പ്രാർത്ഥിച്ച് ഹോളി സ്പിരിറ്റ്. ചിലരൊക്കെ പരിശുദ്ധമ തൊടുക ഈ രാത്രി. യെസ്, അവർ മറ്റൊരു ലോകത്തിന്റെ ആത്മമണ്ഡലത്തിലേക്ക് അവർ ചലിക്കുക ഇന്ന് രാത്രി. യെസ്, ജേസീസിനെ ശക്തമായി പ്രാർത്ഥിക്കുക. മറ്റൊരു ആത്മമണ്ഡലത്തിന്റെ തലങ്ങളിലേക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനാൽ മൂവാകുക യേശുവിന്റെ നാമത്തിൽ. യെസ്, ടച്ച് മൈറ്റി നെയിം, യേശുവിന്റെ നാമത്തിൽ. യെസ്. ഇനി ഞങ്ങൾക്ക് ഒതുങ്ങണ്ടപ്പ. ഞങ്ങളുടെ മുൻകാലത്തെക്കാൾ അപ്പുറത്ത് ഞങ്ങൾ ഈ മുൻകാലത്തിനകത്ത് അനുഭവിക്കുന്ന കഷ്ടത ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ദൈവമക്കളെ, ഈ ലോകം നമുക്കൊരു മുൻകാലം പോലെയാണെങ്കിൽ നമുക്കൊരു സ്വർഗം ഒരുങ്ങുന്നുണ്ട്, ഒരു പിൻകാലം. യെസ്, ഒരു നിത്യത നമുക്ക് ഒരുങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി ഉറപ്പുള്ള എത്ര പേരുണ്ട്? നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥത മടങ്ങി വരുന്ന, നമ്മുടെ കണ്ണുനീര് മായ്ക്കപ്പെടുന്ന, നമ്മുടെ വേദനകൾക്ക് മറുപടി വെളിപ്പെടുന്ന ഒരു പുലരി ഉണ്ടാകും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹോളി സ്പിരിറ്റ്, ഇന്ന് രാത്രി വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിച്ച്. ഇത് സമയം പോക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ല ദൈവമക്കൾ. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് വിളിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവം സംസാരിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടും. നിശ്ചയമായും. യെസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. മനുഷ്യൻ മറന്നോട്ടെ ദൈവമക്കളെ, രാത്രി മറക്കാത്തൊരപ്പനുണ്ട്. യാക്കോബ് പറയാ, കളങ്കം പറ്റരുത്, ഉടുപ്പ് മലിനമാകരുത്. ഇന്ന് രാത്രി എന്തും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഉടുപ്പ് മലിനമാകാതിരിക്കാൻ. ഞാൻ ഇത്രയും നാൾ പിടിച്ചു വെച്ചതൊക്കെ ഞാൻ വിട്ടുകൊടുക്കും, എന്റെ ഉടുപ്പ് മലിനമാകാതിരിക്കാൻ. രാത്രി എന്റെ അപ്പനെ കാണണം. നല്ല ദാസനെ പ്രാർത്ഥിക്കുക. നല്ല ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ. വിജയിച്ച പ്രാർത്ഥിക്കും. നല്ല ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ. ഇന്ന് രാത്രി നമ്മളെ വിളിക്കുന്നത് വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ അപ്പനാ. ഈ രാത്രിയിൽ നല്ല ദാസനെ എന്ന് വിളിക്കുക. വീനാറ്റി പ്രാർത്ഥിച്ചോ, നല്ല ദാസ് എന്നുള്ള ഒരു വിളി കേൾക്കാൻ. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? ആ ഒരു വിളി കേൾക്കാൻ വേണ്ടിയാ. നമ്മൾ എന്തിനാ ഇത്രത്തോളം റിസ്ക് എടുക്കുന്നത്? ഇത്രത്തോളം നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ശ്രമിക്കുന്നത്? ആ ഒരു വിളിക്ക് വേണ്ടിയാ. ഇന്ന് രാത്രി എത്ര പേർ ഒരുക്കമാണ്? എനിക്ക് മനുഷ്യന് മുമ്പിൽ ഒന്നും പ്രകടിപ്പിക്കണ്ട, എനിക്ക് മനുഷ്യന് മുമ്പിൽ ഒന്നും ബോധിപ്പിക്കണ്ട. ഞാൻ ആരാണെന്ന് ആരോടും പറയേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. യെസ്, ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അപ്പ ഞാൻ പലരെയും ബോധിപ്പിക്കാൻ പോകുമ്പോഴാ എന്റെ പറ്റിക്ക് പലപ്പോഴും ചോദ്യം നേരിടുന്നത്, പലപ്പോഴും പറ്റിയെ തകർത്ത് കളയുന്ന മേഖലകൾ വെളിപ്പെടുന്നത്. യൂദ പറഞ്ഞൊരു കാര്യമുണ്ട്, യൂദ പറഞ്ഞൊരു കാര്യമുണ്ട്. പറ്റികെട്ട ലോകത്തിലാ ജീവിക്കുന്നത്. പറ്റികെട്ട ലോകത്തിൽ. ഈ പറ്റികെട്ട ലോകത്തിൽ 1000 ദൂതന്മാരുമായി എന്റെ അപ്പൻ വരുമ്പോ യൂദ പ്രവചിച്ചു പറഞ്ഞ വാക്കാ ഇതൊക്കെ.
ദൂതന്മാർ വരുമ്പോൾ എനിക്ക് പറന്നു പോകാൻ പറ്റിയില്ലെങ്കിൽ, ലോകത്തിലെ ബന്ധങ്ങളൊക്കെ ഒരു ഒരു കുഴിമാടം കൊണ്ട് അവസാനിച്ചു വെച്ച, പക്ഷെ ഞാൻ എടുത്ത എന്റെ അകത്തെ ഭക്തിയുണ്ട്, ദൈവമായിട്ടുള്ളൊരു ഭക്തി. ഇത് കുഴിമാടം കൊണ്ട് അവസാനിക്കുന്നതല്ല, എന്റെ നിത്യതയിലും എന്റെ പേര് വിളിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഭക്തൻ മരിച്ചാലും ഭക്തി മരിക്കത്തില്ല. ഭക്തൻ മരിച്ചാലും ഭക്തി മരിക്കത്തില്ല. ഇന്ന് രാത്രി എന്റെ ചോദ്യം, നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങൾ എന്താ കൊടുക്കാൻ പോകുന്നത്? ആൻഡ് ഈ ലോകത്തിനകത്ത് നിങ്ങളുടെ തലമുറകൾക്ക് എന്താ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? എവിടെയാ നിങ്ങൾ പരാജയപ്പെട്ടത്? തലമുറയ്ക്ക് ആഹാരം കൊടുക്കുന്നത് നിങ്ങൾ വിജയിച്ചു, തലമുറയ്ക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് നിങ്ങൾ വിജയിച്ചു, തലമുറയ്ക്ക് എല്ലാം കൊടുക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചു. പക്ഷേ നിങ്ങളുടെ ഭക്തി നിങ്ങളുടെ തലമുറകളിലേക്ക് നിങ്ങൾ കൈമാറിയോ? ഇന്ന് രാത്രി ദൈവത്തോടുള്ള നിങ്ങളുടെ ഭക്തി ഈ രാത്രി നിങ്ങളുടെ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാ ദുഃഖത്തോടെ ചോദിക്കുക, എല്ലാം കൊടുക്കാൻ പറ്റി, പക്ഷെ ഭക്തി കൊടുക്കാൻ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു. പാല് കൊടുക്കുന്നത് നമ്മൾ പരാജയപ്പെട്ടില്ല, നമ്മൾ പാല് കൊടുക്കുന്നതിൽ വിജയിച്ചു. ഇന്ന് രാത്രി വചനം കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടില്ലേ? ഇന്ന് രാത്രി പറ്റിയില്ലാത്തൊരു ലോകത്തിൽ നമ്മുടെ തലമുറ പറ്റുകെട്ടവരെ പോലെ അലയാതെ, ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്ന ആ പൊൻപുലരിയിൽ അവരും എന്നോടൊപ്പം ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി എത്ര പേർ പറയും എന്റെ തലമുറ ഈ നിത്യതയിൽ എത്തിച്ചേരണമെന്ന്? എന്തിനാ ആന്റിമാരെ, നമുക്ക് ഈ ലോകത്തിലെല്ലാം നോക്കി നമ്മൾ നടക്കുമ്പോൾ നമ്മളെ വീഴ്ത്തിക്കളയാൻ സാധ്യതയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി വീണു പോകാതെ കളങ്കമില്ലാത്തവരായി നിൽക്കാൻ, മഹിമാസന്നിധി കളങ്കമില്ലാത്തവരായി നിൽക്കാൻ എത്ര പേർക്ക് ഈ നിത്യതയെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാകത്ത്? ജീസസ് ഈ ലോകത്തിൽ പലതിനും തിരക്കിലിട്ട് ഞാൻ നമ്മൾ ഓടുക, നമ്മൾ പേര് പറയുന്നു, കർത്താവിന് വേണ്ടി നിൽക്കുക, കർത്താവിന് വേണ്ടി ചെയ്യുക. കർത്താവിനോടൊക്കെ വന്നിട്ട് പലരും പറഞ്ഞു, കർത്താവെ കണ്ടോ, അവർ ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്, അവർ കണ്ടില്ലേ, അവർ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്, അടയാളങ്ങൾ ചെയ്യുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ അവരെ അറിയുന്നില്ല. ഇന്ന് രാത്രി ലോകം നിങ്ങളെ അറിയും. അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ നടക്കുമ്പോൾ ലോകം നിങ്ങളെ അറിയും. എന്റെ ചോദ്യം, ലോകം നിങ്ങളെ അറിയുന്നതല്ല, ദൈവം നിങ്ങളെ അറിയണം. ഈ മീറ്റിംഗ് കൊണ്ട് ഈ 6ാമത്തെ ദിവസവും ആന്റണിച്ച നമ്മുടെ ഉദ്ദേശം ദൈവം നമ്മളെ അറിയണമെന്നാണ്. 2, ദൈവത്തെ നമുക്കറിയാൻ പറ്റണം. ഞാൻ മനസ്സിലാക്കിയ അളവിനപ്പുറത്തേക്ക് എനിക്ക് ദൈവത്തെക്കുറിച്ച് അറിയണം. ഇന്ന് രാത്രി എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? ഞാൻ ഇതുവരെ മനസ്സിലാക്കി വെച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് ദൈവത്തെ ഒന്ന് അറിയണം. അതിന് രാത്രി പ്രാർത്ഥിക്കുക, നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ദൈവത്തെക്കുറിച്ച് അറിയണമെന്നൊന്ന് ആഗ്രഹിക്കുക. നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കി വെച്ചേക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന യേശുവിനെയാണോ? ഇന്ന് രാത്രി സ്തോത്രം ഹല്ലേലൂയ, വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുമ്പോൾ സൗഖ്യം കൊടുക്കുന്ന യേശുവിനെയാണോ നിങ്ങൾക്കറിയാമെന്ന്? എനിക്കറിയില്ല. അങ്ങനെ യേശു ഉണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് നിത്യത ഒരുക്കാമെന്ന് പറഞ്ഞ ഇന്ന് രാത്രിയിൽ നമുക്ക് അതിനു വേണ്ടി നമ്മളെ ഒരുക്കാൻ ഒരു പരിശുദ്ധാത്മാവിനെ തന്ന ഒരു ദൈവമുണ്ട്. രാത്രി പരിശുദ്ധാത്മാവിനെ തന്നത് ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാനാ, നമ്മളെ റെഡിയാക്കാനാ, ആ നിത്യതയിലേക്ക് നയിക്കാനാ. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞാൻ പ്രാർത്ഥിക്കാൻ പോകും നിങ്ങൾക്ക് വേണ്ടി. ഹൃദയം തുറന്ന് ഹോളി സ്പിരിറ്റ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹോളി സ്പിരിറ്റ്, അപ്പൊ ഒത്തിരി പരാജയപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെ പറയുന്നു, ഒത്തിരി പരാജയങ്ങൾ ഞാൻ അനുഭവിച്ചതാണ്. ഇപ്പോഴും ഞാൻ കേൾക്കുന്നത് എനിക്ക് ചുറ്റും പരാജയത്തിന്റെ വാക്കുകളാണ്. ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല കർത്താവേ, ഒരാൾ പോലും എന്നെ ആശ്വസിപ്പിക്കാനില്ല കർത്താവേ. രാത്രി ചിലർ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ആരാ പറഞ്ഞു നിനക്ക് കൂടെ ആളില്ലെന്ന്? ഇന്ന് രാത്രി റബനഗതനഗ നിന്റെ കൂടെ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൻ. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൻ. ഇന്ന് രാത്രി ഒരു ഭക്തൻ യഹോവ വേർതിരിച്ചിട്ടുണ്ടെന്ന്, നമ്മുടെ ദൈവം വേർതിരിച്ചതാണെന്ന്. യെസ്, ലാംശ്യാധാര പ്രഭാതന ഘടകസി. ഇന്ന് രാത്രി കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് മേലൊരു ആത്മനിയോഗം പകർന്നതിനായി സ്തോത്രം.
എനിക്കറിയാം അപ്പൊ അതിനകത്ത് സംസാരിച്ചതൊന്നും വൃതാവല്ല. ഈ രാത്രി ജനത്തിന്റെ ഹൃദയം ഒരുക്കപ്പെടട്ടെ. അവർ ദൈവരാജ്യത്തിന്റെ വക്താക്കളായി മാറട്ടെ. ലോകം അവരിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവശക്തി അവരെ വ്യാപരിക്കട്ടെ. റിഗൽ കമനഘടക സിയാതന. ദൈവത്തിൽ നിന്ന് നേരിട്ട് ദൈവത്തെ അറിയുവാൻ പാകത്തിന് റിഗസിയാന്തൽ എന്നെ ദൈവം അറിയുന്നു, എനിക്ക് ദൈവത്തെ അറിയാമെന്ന് പറയാൻ പാകത്തിൽ ഒരു സാക്ഷ്യമുള്ളവരായി ഇവർ മാറട്ടെ. ഒരു ഭക്തൻ ദൈവത്തെ അറിയും, അവനെ ദൈവം അറിയും. ഇന്ന് രാത്രി ഞങ്ങളെ തിരിച്ചറിയുന്നു. അത്തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിനെ ഞങ്ങൾ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന ദാസൻ ദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗശക്തമായി ഉപയോഗിക്കണേ അപ്പ. വീണു പോകാതെ കളങ്കമില്ലാത്തവരായി നിൽക്കുവാൻ സ്വർഗം ഇടയാക്കണം. ഉടുപ്പ് മലിനമാകാത്ത ചിലരെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ അവരെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഒരുക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. മഹത്വം ചലിക്കും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സ്തോത്രം ഈ വചനത്തിലൂടെ ദൈവം സംസാരിച്ചെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാറാനാഥ നമ്മുടെ കർത്താവ് വേഗം വരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.